ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെൻ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ SSC CGL 2024 മെയിൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡിസംബർ 2023 ഡിസംബറിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ CGL 2024 അല്ലെങ്കിൽ CHSL 2024ൻ്റെ പ്രിലിംസ് പ്ലസ് മെയിൻസ് അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയ സ്ട്രാറ്റജി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്ട്രാറ്റജി വീഡിയോ എങ്ങനെയാണ് വരുന്നതെന്നും എന്താണ് സ്ട്രാറ്റജി വീഡിയോയുടെ കാര്യമെന്നും എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ CGL അതുപോലെ CHSL, നിങ്ങൾക്ക് CHSLൻ്റെ 2024 മെയിൻസ് അത് നവംബറിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ CGL മെയിൻസിനുള്ള ആൾക്കാർ ഭൂരിഭാഗവും എവിടെ കാണും? CHSL 24 മെയിൻസ് എഴുതുന്നവർ കാണും. അപ്പോൾ അവർക്കും കൂടെ സെയിം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ആദ്യം തന്നെ പറയാം, മലയാളത്തിൽ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള വീഡിയോസ് കിട്ടത്തില്ല, ഇതേപോലുള്ള സ്ട്രാറ്റജി വീഡിയോസ് ഒരിക്കലും കിട്ടത്തില്ല. പ്രാക്ടിക്കലായിട്ട് കാര്യം പറയുന്നത്, ഇപ്പോൾ സ്ട്രാറ്റജി വീഡിയോ കിട്ടും, ക്ലാസ് എടുക്കാൻ പറയുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന ഒരു ചാനലും കിട്ടത്തില്ല. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് പേർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ദേഷ്യത്തോടെ തോന്നാം, അതൊന്നും പ്രശ്നമില്ല. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പറയുന്നത്, ടൈം എടുത്തിട്ടാണ്. ഇപ്പോൾ എടിപിടിന്ന് നമുക്ക് ഇന്നലെ നിങ്ങൾക്ക് കീ വന്നു, അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വീഡിയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ എന്ത് ചെയ്യും? കുറേ ആൾക്കാർ കാണും. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ അത്യാവശ്യം സമയമെടുത്ത് അത് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ കാര്യമാണ്, ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള ക്ലാസ്സുകൾ ആ ക്വാളിറ്റി മനസ്സിലാക്കി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇന്ന് രാവിലെ, ഇന്ന് മോർണിംഗിൽ, ഇപ്പോൾ സമയം രാത്രി 12:30 ആയിട്ടുണ്ട്. ഇന്ന് മോർണിംഗിൽ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് ഈ ഒരു CGL മെയിൻസ് അല്ലെങ്കിൽ CHSL മെയിൻസിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ ഡൗട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ള വീഡിയോസ്, അതായത് ഡൗട്ടുകൾ എന്തൊക്കെയാണെന്ന് കമൻ്റായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് നമ്മുടെ ടെലിഗ്രാം ചാനലിലും കമ്മ്യൂണിറ്റിയിലും ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ. അപ്പോൾ കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കംപ്ലീറ്റ് സ്ട്രാറ്റജി വീഡിയോ വേണം, എക്സ്ട്രാ ടോപ്പിക്ക് പറയണം, മെയിൻസ് ഫോക്കസ്ഡ് മാത്സ് ക്ലാസ്, മെയിൻസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ, സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം. ഇനി കംപ്ലീറ്റ് സ്ട്രാറ്റജി വേണം, സെക്ഷൻ 1 and 2. CGL 2025 CGL മെയിൻസ് മാത്സിന് വേണ്ടി സ്റ്റഡി പ്ലാൻ വേണം. പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ പഠിക്കാം, ടൈപ്പിംഗ് എങ്ങനെ സെറ്റാക്കാം, മാത്സ് ആൻഡ് റീസണിങ് എക്സ്ട്രാ ടോപ്പിക്ക് എങ്ങനെ കവർ ചെയ്യാം, മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യണം, ടൈപ്പിംഗ് ടെസ്റ്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, കമ്പ്യൂട്ടർ അവയർനെസ് എങ്ങനെ പഠിക്കണം. ഓക്കെ, അടുത്ത ഫുൾ മോക്സ് ഡെയിലി എടുക്കണോ, ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ്, Tier 1 ഷിഫ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണം, ഓർ സ്റ്റിക്ക് ടു സെക്ഷണൽ മോക്സ് ഓഫ് Tier 2. ഓക്കെ, മോക്ക് എടുക്കുമ്പോൾ ഓരോ സെക്ഷനും എത്ര ടൈം വെച്ച് കൊടുക്കണം, എത്ര മാർക്കിന് മുകളിലോട്ട് വേണം മോക്ക് സ്കോർ ടാർഗറ്റ് ചെയ്യാൻ, GK വീക്ക് ആയവർക്ക് GK ടോപ്പിക്ക് ടാക്കിൾ ചെയ്യാനുള്ള ടിപ്സ് വേണം, റീസണിങ് ക്ലാസ് ചെയ്യാമോ, ടോപ്പിക് വൈസ് ഇംഗ്ലീഷ് കൂടെ, മെയിൻസ് പ്രിപ്പറേഷൻ്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി വീഡിയോസ്, മെയിൻസിന് എക്സ്ട്രാ വരുന്ന മാത്സ് ടോപ്പിക്കിൻ്റെ ചാപ്റ്റർ വൈസ് ഇൻഡിവിജ്വൽ വീഡിയോ, മാത്സിലും റീസണിങ്ങിൻ്റെ സ്പീഡ് കിട്ടാൻ എന്ത് ചെയ്യണം, മാത്സ് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ടോ, കമ്പ്യൂട്ടർ വളരെ വീക്കാണ്, എങ്ങനെ പഠിച്ചാലാണ് സാർ കട്ട് ഓഫ് ക്ലിയർ ആവുക, ടൈപ്പിംഗ് ടെസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഹൗ ടു സ്റ്റാർട്ട് പ്രാക്ടീസ്, മെയിൻസിൽ എത്ര സോഴ്സ് ആണ്, എത്ര സ്കോർ ആണ് സേഫ് സ്കോറായി ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, പ്ലീസ് Tier 2 ഫോക്കസ്ഡ് ബാച്ച്, പ്രിലിംസ് ഇല്ലാത്ത എക്സ്ട്രാ പോർഷൻസ് ഏതാണ് മാത്സിൽ ഇല്ലാത്തത്, പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒക്കെ ഉണ്ടോ, ഇതിനൊക്കെ വെയിറ്റേജ് എങ്ങനെയാണ്, GK എങ്ങനെയാണ് സെറ്റ് ആക്കേണ്ടത്, സ്ട്രാറ്റജി പറഞ്ഞ പുണ്ണിറ്റ്സ് ഗ്രൂപ്പിൽ PDF വരുന്നില്ല GKയുടെ, അവരുടെ GK വീഡിയോ ഷെഡ്യൂൾ ഫോളോ ചെയ്താൽ മതിയോ, അടുത്ത ടൈപ്പിങ്ങിനെ പറ്റി ആർക്കും എല്ലാവർക്കും ഡൗട്ട്, അതിനെപ്പറ്റി ഐഡിയ ഇല്ല, ലെറ്റേഴ്സ് മാത്രം ആണോ ടൈപ്പ് ചെയ്യുന്നത്, പഞ്ച്വേഷൻസ് ഉൾപ്പെടെ എല്ലാം ചെയ്യണോ, ഫിംഗേഴ്സ് എങ്ങനെ വെക്കണം, റാൻഡമായിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യാമോ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ ടെക്സ്റ്റ് ബുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുൾ അറ്റൻഡ് ചെയ്തിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നതായിരിക്കും. GK റീസണിങ് ഇംഗ്ലീഷ് മാത്സ് ടെക്സ്റ്റ് ബുക്ക് 75 ഡേ ചലഞ്ച് ആയിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. അപ്പോൾ ഇങ്ങനെ പല പല കമൻറ്റുകൾ വന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിനു മുമ്പേ ഇവിടോട്ട് നമുക്ക് തിരിച്ചു വരാം, ഈ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന് മുന്നേ നമ്മൾ ഈ ഒരു മെയിൻസിന് വേണ്ടിയുള്ള പ്ലാനിങ്, സ്ട്രാറ്റജി ഞാൻ പറയുന്നില്ല, പ്ലാനിങ് എന്തൊക്കെയാണ് അതിൻ്റെ പ്ലാൻ എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ
അതിന് മുന്നേ നിങ്ങൾ ബിഗിനറായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു SSC 2024 കംപ്ലീറ്റ് സ്ട്രാറ്റജി ഈ വീഡിയോ 1.5 മണിക്കൂറുള്ളതാണ്. നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഇരുന്ന് കാണുക, നോട്ട് എഴുതി വെച്ച് കാണുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ടാസ്ക്. നിങ്ങളിത് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, മോട്ടിവേഷൻ്റെ കാര്യങ്ങളും എല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയെ ഞാൻ ബേസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. യെസ്, ഇത് കാൽക്കുലേഷൻ സ്പീഡിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ. ഇതും നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ചാനലിൽ നിന്നും കാണേണ്ട വീഡിയോ ആണ്. മസ്റ്റായിട്ട്. ഓക്കെ, അടുത്തത് മോക്ക് ടെസ്റ്റ്. നിങ്ങൾ ചോദിച്ച കുറച്ച് പേര് മോക്ക് എങ്ങനെ ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണോ, ഓക്കെ, അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതിൽ പ്രിലിംസിൻ്റെ ആണ് 100 ക്വസ്റ്റ്യൻ്റെ ആണ് ഇവിടെ നമുക്ക് 390 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ അതൊന്നുമല്ല അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യുമായിരിക്കും, പക്ഷേ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഈ ഒരു 26 മിനിറ്റ് വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ റിയലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 3 വീഡിയോ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഇത് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുക, മസ്റ്റായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ ആൻസർ എവിടെ ഉണ്ട്, നിങ്ങളുടെ കമൻറ്റ് ചോദിച്ച എല്ലാത്തിൻ്റെ ആൻസർ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതും പിന്നെ പ്ലാനിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ബാക്കി യൂട്യൂബ് ചാനലിലൊക്കെ പറയുന്ന അനുസരിച്ച് ഡിസംബർ പകുതിയോടെ ആയിരിക്കും നമുക്ക് എക്സാം. നോർമലി അങ്ങനെയാണ്. റിസൾട്ട് വന്നിട്ടായാലും 2 മാസം കഴിഞ്ഞ്. ഇപ്പോൾ ഡിസംബർ ഒരു 15 ആ ഒരു സമയത്തേക്ക് നിങ്ങൾ വിചാരിച്ചോളാം. അപ്പോൾ ഏകദേശം ഒരു 75 ഡേയ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഡിസംബറിൽ ആ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വർഷം മെയിൻസിന് CGL ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോൾ മെയിൻസിനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പം അന്ന് ആ വീഡിയോ കണ്ട ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഒരു വർഷം ആവും ആ ഒരു വീഡിയോയിലെ സ്ട്രാറ്റജി പറഞ്ഞതിന് ശേഷം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു മെയിൻസിൻ്റെ സ്ട്രാറ്റജി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവരെന്ത് ചെയ്യും, കറക്റ്റായിട്ട് സെറ്റായിട്ട് ആ ഒരു സമയത്ത് ജോലി വാങ്ങി പോയിരിക്കും. അത് എങ്ങനെയുള്ളവരാണ്, അപ്പോൾ മുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചവർ. ഇനി CGL 2025 എഴുതുന്നവരും പോയി ഇത് നിർത്തിക്കോളൂ, ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോയി CGL 2025 മാത്രം ഫോക്കസ് ചെയ്യുന്നവർ അത് പോയി ആദ്യം കാണുക. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സ്ട്രാറ്റജി വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർഷമായി അതിട്ടിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഈ ഒരു 75 ദിവസമേ ഉള്ളൂ. ഈ 75 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈം പീരീഡ് ആണ്. 25 ദിവസം നിങ്ങൾ എണ്ണി, ഇപ്പം ഒരു 75 ദിവസം 74 അങ്ങനെ നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ CGL പറ്റി പറയുകയാണ്. അപ്പോൾ അതിനകത്ത് ഏകദേശം 17,000 വേക്കൻസി ആണുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ 8,000 സംതിങ് ആയിരുന്നു വേക്കൻസി. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിനേക്കായും കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുറയാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളും കട്ട് ഓഫിൻ്റെ കാര്യവും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് മെയിൻസിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇന്നലെ നമ്മളുടെ ആൻസർ കീ വന്നു. കുറേ പേര് എന്ത് ചെയ്യുന്നു, എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കുറേ വീഡിയോസിൽ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇപ്പം എനിക്ക് UR ആണ് 130 മാർക്കാണ്, UR ആണ് 122 മാർക്കാണ്, UR ആണ് 112 മാർക്കാണ്, അല്ലെങ്കിൽ UR ഏതോ OBC ആയിക്കോട്ടെ 150 പ്ലസ് വാങ്ങിയവരുണ്ട്, 160 പ്ലസ് വാങ്ങിയവരുണ്ട്, 170 വാങ്ങിയവരെ ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കുകയാണ്. 112 ആണ് എനിക്ക്, 92 ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടു, 125 ഉണ്ട് കയറുമോ, 131 ഉണ്ട് കയറുമോ, 138 ഉണ്ട് കയറുമോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആൻസർ കീ നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മളുടെ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്ന കാര്യം ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് എക്സാമിൻ്റെ ലെവലിനനുസരിച്ചിരിക്കും, പിന്നെ നിങ്ങളുടെ ആ ഒരു വേക്കൻസി അനുസരിച്ചിരിക്കും, പിന്നെ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ എഴുതിയ ആൾക്കാർ എങ്ങനെ അതിന് പെർഫോം ചെയ്തു എന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തായാലും ഇതിന് ഒരുപാട് ഡേറ്റയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റാങ്ക് മിത്ര എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ ഷിഫ്റ്റ് വൈസ് ഹാർഡ്നെസ് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് മുതൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് വരെ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ ഞാൻ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ആവറേജ് മാർക്ക് 119 മുതൽ 130 വരെ റോ സ്കോർ എന്ത് ചെയ്യുകയാണ്, ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ആ ഒരു ഷിഫ്റ്റിൻ്റെ ലെവൽ നോക്കണം. അപ്പോൾ നിങ്ങൾ ഷിഫ്റ്റിൽ 119 ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ അതിലെന്ത് ചെയ്യാൻ കുറയാം, കാര്യം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ കുറേ കൂടുതൽ ആൾക്കാർക്കും മാർക്ക് കുറവായിരിക്കും ആവറേജിനേക്കായി, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 117 വാങ്ങിയവർക്കും 112 വാങ്ങിയവർക്കും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എന്ത് ചെയ്യും, അവരുടെ ലെക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് ഒരു 120 പ്ലസ് ഉണ്ടെങ്കിൽ, 120 പ്ലസ് റോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഷിഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100% ഉറപ്പിക്കാം നിങ്ങൾക്ക് മെയിൻസ്
എന്ത് കിട്ടുമെന്ന്, കട്ട് ഓഫ് ക്ലിയർ ആവുമെന്ന്. കാര്യം ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ്, കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഉറപ്പിക്കാം. ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ CGL എന്ന് പറയുന്ന ഒരു എക്സാം അല്ലെങ്കിൽ SSC എന്ന് പറയുന്ന ഒരു എക്സാമിന് വിജയിക്കാനാണ്, നിങ്ങൾക്ക് ജോലി കിട്ടാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ 120 മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾ മെയിൻസ് ക്ലിയർ ആവുമോ, അല്ലെങ്കിൽ 110 മാർക്ക് വാങ്ങിയിട്ട് മെയിൻസ് ക്ലിയർ ആവുമോ എന്ന് ചോദിക്കുന്നത്, മെയിൻസിന് പഠിക്കണമെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത വർഷം CGL എഴുതാൻ പറ്റും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ ഒരു വീഡിയോയും കണ്ട, നിങ്ങൾ RB എന്ന് പറയുന്ന ആ ശുഭൻ ജെയിൻ സാറിൻ്റെ ആ ഒരു ചാനലിലെ അനാലിസിസ് നിങ്ങൾ കണ്ടോ, അനാലിസിസ് കണ്ടിട്ട് നിർത്തിക്കോ. അത് അനാലിസിസ് നാളെ മറ്റന്നാളെ വരുമെന്ന് പറയുന്നു ആ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിർത്തിക്കോ. വേറെ ഒരു ചാനലിലെ അനാലിസിസ് ഒന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ചാനലിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ മാർക്കിന് അടുത്താണെങ്കിൽ അത് അദ്ദേഹം പറയുന്നതിന് ഒരു 2-3 മാർക്ക് സാധാരണ അങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പം 120 മാർക്ക് വാങ്ങിയവരായിക്കോട്ടെ, 110 മാർക്ക് വാങ്ങിയവരായിക്കോട്ടെ, 130 ആയിക്കോട്ടെ, 140 ആയിക്കോട്ടെ, അതൊന്നും നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല. 130 പ്ലസ് വാങ്ങിയവർ എന്തായാലും മെയിൻസിന് വേണ്ടി അങ്ങ് തുടങ്ങിക്കോളാം. മെയിൻസ് കിട്ടി, അതായത് ക്വാളിഫൈ ആവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചോളുക. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യുക. പക്ഷേ നിങ്ങളിപ്പോൾ 115 മാർക്ക് വാങ്ങിയ ഒരാളാണ്, UR, ഞാൻ അൺറിസർവ്ഡ് ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. OBC ആകുമ്പോൾ അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും, ബാക്കിയുള്ളവർക്ക് അതിനേക്കാളും കുറവായിരിക്കും. ഇപ്പോൾ ഞാനൊരു UR കാൻഡിഡേറ്റ് 115 മാർക്ക് കിട്ടിയ ഒരാൾ ഇപ്പോൾ ഡൗട്ടിലായിരിക്കും ഉള്ളത്, എനിക്ക് കിട്ടുമോ ഇല്ലയോ, ഞാൻ പഠിക്കണോ എന്നാണ് ചോദിക്കുന്നത്, പ്രിപ്പയർ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം CGL എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എന്തിനു തന്നെ പ്രിപ്പയർ ചെയ്യണം, മെയിൻസിന് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഈ മെയിൻസും പ്രിലിംസും തമ്മിൽ ഇപ്പോൾ എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ആ ഒരു പാറ്റേണിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ മെയിൻസിന് ഇത്തവണ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത മെയിൻസ് ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, അടുത്ത പ്രിലിംസ് ഒക്കെ നിങ്ങൾക്ക് ചുമ്മാ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻസിന് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്, എപ്പോൾ പഠിക്കണമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇത് കയറുമോ പഠിക്കണോ എന്ന് ചോദിച്ചിരുന്നാൽ ഈ ഒരു വർഷത്തെ മെയിൻസ് അങ്ങ് പോകും. അടുത്ത പ്രിലിംസ് എന്നും പറഞ്ഞ് കുറേ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ഈ മെയിൻസിന് പോയിട്ട് ആ മെയിൻസ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ കൂടെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ മെയിൻസിന് പഠിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഈ ആൻസർ കീ വരുമല്ലോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെന്ന് വെച്ചോ, ക്വാളിഫൈ ആയില്ലെന്ന് വെച്ചോ, ഇങ്ങനെയുള്ളവർ, മാർക്ക് കുറവുള്ളവർ, കയറാൻ പറ്റാത്തവർ. അപ്പോൾ നിങ്ങളിപ്പോൾ വാശിയോടെ മെയിൻസിന് വേണ്ടി പഠിക്കുന്നു. എന്തൊക്കെയാണ് അത് ഞാൻ പറയാം, എങ്ങനെ പഠിക്കണമെന്ന് പറയാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ 115 മാർക്ക് അല്ലെങ്കിൽ 120 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ മതി. എന്നാൽ 100-ൽ താഴെ മാർക്ക് കിട്ടുന്നവർക്ക്, 80-70 ഒക്കെ കിട്ടുന്നവർ നന്നായിട്ട് പഠിച്ചിട്ട് പോയതല്ല, കുറേയൊക്കെ കറക്കി കുത്തി ചെയ്തതായിരിക്കും, അവർക്ക് തുടക്കക്കാരാണ്. അവർക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്ട്രാറ്റജി വീഡിയോയിൽ ഈ 1 ഇയർ അല്ലെങ്കിൽ 6 to 8 months പ്രിപ്പയർ ചെയ്തേ പറ്റൂ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് 115 ടു നിങ്ങൾ ഈ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 135 ആ ഒരു റേഞ്ചുള്ള ആൾക്കാർ, 115-നും അല്ലെങ്കിൽ 110-നും 135-നും ഇടയ്ക്കുള്ള ആൾക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യണം, മെയിൻസിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിക്കുന്നവർ. എന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചോ, നിങ്ങളൊരു ആശ്വാസത്തിനാണ് ഞാൻ ഈ RB ചാനൽ പറഞ്ഞത്. RB ചാനൽ നോക്കണമെന്നില്ല, പക്ഷേ നോക്കാതിരിക്കാൻ പറ്റത്തില്ല, നോക്കിയോ, കുഴപ്പമില്ല, വേറൊരു ഒന്നും നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മെയിൻസിന് പഠിച്ചോളൂ. നിങ്ങൾക്ക് ഈ ജോലി വേണം, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്, 17,000. അപ്പോൾ അടുത്ത വർഷം, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CGL ലെവലിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ എക്സാമിനും എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനും പറ്റും, ജോലി വാങ്ങാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ ആൻസർ കീ വരുമല്ലോ, ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട്, വേറെ ഒന്നും നോക്കണ്ട, സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ മാർക്കൊന്ന് നോക്കണം. എന്നിട്ട് ആ മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ജോലി കിട്ടുന്ന, അപ്പോൾ ഒരു കട്ട് ഓഫ് വരും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ റിസൾട്ട്, ആ കട്ട് ഓഫ് ഒക്കെ അറിയാൻ പറ്റും. ആ കട്ട് ഓഫിനെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം, നിങ്ങളിപ്പോൾ ക്വാളിഫൈ ആയില്ലെങ്കിൽ പോലും. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത CGL ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ആ ഒരു കാര്യമാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ആദ്യമായിട്ട് CGL എഴുതിയ സമയത്ത് എനിക്ക് ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് മാത്സും റീസണിങ്ങും നമ്മുടെ ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. GK അതുകൊണ്ട് വലിയ മാർക്കില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു ജസ്റ്റ് ക്ലിയർ ആയതേ ഉള്ളൂ. പക്ഷേ അന്നത്തെ സമയത്ത് എന്തില്ലായിരുന്നു, നമ്മുടെ GKയും റീസണിങ്ങും എന്തിലില്ലായിരുന്നു, മെയിൻസിലില്ലായിരുന്നു. ഇംഗ്ലീഷും മാത്സും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷും മാത്സും മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. അപ്പോൾ GKയും റീസണിങ്ങും എന്താണ്, നിങ്ങളുടെ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിനെ തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതും ഒരു വാശിയിൽ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻസ് എക്സാമിന് ആരൊക്കെ പോകും നോക്കാം. അപ്പോൾ മെയിൻസ് എക്സാമിന് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുമായിരിക്കും, കൂടുതൽ എഴുതി വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുകയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതൊരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്. അപ്പോൾ മെയിൻസിൽ ആരൊക്കെ പോകും നോക്കണം. അതിൽ നിങ്ങളുടെ ആൻസർ കീ കിട്ടിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സില്ലി മിസ്റ്റേക്ക് വരുത്തി, നിങ്ങൾ വിചാരിച്ച് കാണും കുറച്ച് ഈ ക്വസ്റ്റ്യൻ ശരിയാണെന്ന് വിചാരിച്ച് കാണും, ആൻസർ കീ വരുമ്പോൾ അത് ചിലപ്പോൾ തെറ്റായി കാണും. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ആ ഒരു ഫൈനൽ വരെ മെയിൻസ് ലെവലിൽ
നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇനി ആരൊക്കെ പ്രിപ്പയർ ചെയ്യണം? അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി, നിങ്ങളുടെ മാർക്ക് കിട്ടി, ഒരു 135 140 പ്ലസ് ഒക്കെ ഉള്ളവർ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തായാലും ക്ലിയർ ആവുമെന്ന് ഉറപ്പാണ്. 135 പ്ലസ് ഹാർഡ് ഷിഫ്റ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല, RBE ചാനലിൽ ആ ഒരു അനാലിസിസ് നിങ്ങൾ കണ്ടാൽ മതി. ഈ ഷിഫ്റ്റ് വൈസുള്ള ഹാർഡ്നെസ്സും എല്ലാം മനസ്സിലാവും. ഓക്കെ, ഒരു 140 പ്ലസ് ഉള്ളവർ, അതുകൊണ്ടാണ് ഫിക്സഡ് ആയിട്ട് നമുക്ക് ഒറ്റ പരീക്ഷയല്ല. അതുകൊണ്ട് നിങ്ങൾ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരന് 125 കിട്ടി, നിങ്ങൾക്ക് 110 കിട്ടിയോ അല്ലെങ്കിൽ 135 കിട്ടി, ഒരിക്കലും നിങ്ങളുടെ എക്സാം ഈസി ഷിഫ്റ്റ് ആണെങ്കിൽ മറ്റേ ആൾക്ക് എന്ത് ചെയ്യും, നോർമലൈസ് ചെയ്തിട്ട് നിങ്ങളെക്കാളും കൂടുതൽ മാർക്ക് വരും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, തിരിച്ചായാലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു 140 പ്ലസ് കിട്ടിയ ആൾക്കാർക്ക് എന്തായാലും നിങ്ങൾ ക്വാളിഫൈ ആവും, അത് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യും, എക്സാം മെയിൻസിന് എഴുതാം, അവരുടെ സ്ട്രാറ്റജി പറയാം. ഇനി അല്ലാത്തൊരു ആൾക്കാരുണ്ട് 140 അടുത്ത്, അല്ലെങ്കിൽ കട്ട് ഓഫ് ഈ നമ്മുടെ കട്ട് ഓഫ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ചുമ്മാ എന്ത് ചെയ്യും, ഒരു ഇതിലങ്ങ് പറയുവാണ്. ഓക്കെ, ഒരു എന്താ ബേസും ഇല്ലാതെ പറയുവാണ്. അപ്പം അങ്ങനത്തെ ഉള്ള വീഡിയോൻ്റെ കൂടെ നിങ്ങൾ പോകണ്ട. അപ്പോൾ ഈ 115 120 ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ 110 100 ഈ റേഞ്ചിലുള്ളവരുണ്ടല്ലോ, അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, നിങ്ങൾ ഈ ആൻസർ കീ വരുമ്പോൾ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ ഒരു 10 മാർക്കിനൊക്കെ പോകുന്നവർ കാണും. 10 മാർക്കിനൊക്കെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ കാണും. ഓക്കെ, ക്ലിയർ ആവാത്ത ആൾക്കാരാണ്, ഈസി ഷിഫ്റ്റിലൊക്കെ ഇങ്ങനെ മാർക്ക് വാങ്ങുന്നവർ ക്ലിയർ ആവാത്തവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, മനസ്സിലൊരു ദേഷ്യം വേണം, ദേഷ്യം അല്ലെങ്കിൽ ഒരു വാശി വേണം. എനിക്ക് ക്ലിയർ ചെയ്യണം, എനിക്ക് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ വാശി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിന് എന്തായാലും ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങി എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ അടുത്ത വർഷവും ഇതേ തന്നെ ആവും എന്ത് ചെയ്യും, നിങ്ങളുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ ഈ 115 120 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നവർ കട്ട് ഓഫിൽ നിന്ന് ഒരു 10 മാർക്ക് 15 മാർക്ക് കുറവുള്ളവർ ഒരിക്കലും ബേസ് ഇല്ലാത്തവരല്ല, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാത്തവരല്ല. അവരെന്ത് ചെയ്യണം, മെയിൻസിന് വേണ്ടി തന്നെ പഠിക്കണം. അത് എവിടെ നിന്ന്, നമ്മുടെ ഈ പ്രിലിംസിൻ്റെ തെറ്റുകൾ ഒക്കെ റെക്ടിഫൈ ചെയ്തിട്ട് മെയിൻസിൻ്റെ ലെവലിൽ തന്നെ പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. ഇനി 100-ൽ താഴെ അല്ലെങ്കിൽ 70 80 ഒക്കെ മാർക്കുള്ളവർ എന്ത് ചെയ്യണം, അവരുടെ ബേസ് ഒന്നും കറക്റ്റ് അല്ല, അവർ ആദ്യം മുതൽ പഠിച്ചേ പറ്റും. അപ്പോൾ അവർക്ക് മുന്നിൽ CGL 25 എന്ന് പറയുന്നിട്ടുള്ള ഒരു വാതിലുണ്ട്. അതിന് ഇപ്പോഴേ എന്ത് ചെയ്യണം, ഇപ്പോഴേ പഠിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി വീഡിയോ പോയി കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു 6 മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നിങ്ങളുടെ ഈ ഒരു 140 പ്ലസ് അല്ലെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അതിൽ നമ്മളുടെ CGL മെയിൻസിൻ്റെ പാറ്റേൺ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. CGL മെയിൻസ് ഇപ്പോഴത്തെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ CGL മെയിൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് അത് മോക്ക് ഫോമിൽ ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷനിലേക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ ആ ഒരു സ്ട്രാറ്റജി വീഡിയോയിൽ എന്താണ് ടെക്സ്റ്റ് ബുക്ക് എന്നും എങ്ങനെയാണ് അത് എടുക്കുന്നതെന്നും എല്ലാം പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് CGL 2024 മെയിൻസിന് 2022 മെയിൻസിന് 4 സെറ്റ് ഉണ്ട്. അതുപോലെ CGL 2023 മെയിൻസിന് ഒരു സെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലെ ഒരു 2 സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാവും, ഏത് ലെവലിലാണ് നിങ്ങളുള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാനിങ് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പോൾ മാത്സ് റീസണിങ് നിങ്ങൾക്ക് ഇതിന് ആദ്യമേ എൻ്റെ പാറ്റേൺ പറയാം. അതിൻ്റെ പാറ്റേൺ പറയാം. അതിന് മുമ്പേ മാത്സും റീസണിങ്ങും ഉണ്ടല്ലോ. മാത്സും റീസണിങ്ങും നമ്മൾ ജസ്റ്റ് ക്ലിയർ ആയാൽ, ഓക്കെ, ജസ്റ്റ് ക്ലിയർ ആയാൽ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ 25 നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 25 ക്വസ്റ്റ്യനിൽ ഒരു 25 to 20, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. 25 to 20 മാർക്ക് ജസ്റ്റ് കട്ട് ഓഫിനൊക്കെ കുറവുള്ളവർ, അല്ലെങ്കിൽ 20 മാർക്ക് വരെ കുറവുള്ളവർ എന്ത് ചെയ്യുക, ആ ഒരു വാശിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇനി CGL മെയിൻസിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇപ്പം ഈ ഒരു കാര്യം നമ്മൾ നോക്കി, അടുത്തത് പഠിക്കാനുള്ളവർ പറഞ്ഞു. ഇനി നമുക്ക് മെയിൻസ് എഴുതാവുന്നവർ, അതായത് നിങ്ങൾ നല്ല മാർക്കുള്ള കുറേ നാൾ പഠിച്ച ആൾക്കാർ കാണും, കുറച്ച് അത്യാവശ്യം കട്ട് ഓഫിനൊക്കെ മാർക്കുള്ളവർ കാണും, കട്ട് ഓഫ് കയറുന്ന ആൾക്കാർ കാണും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ സ്വന്തമായിട്ടൊരു സ്വന്തം ടൈം ടേബിൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ പോലും, നമ്മളിത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല, ഞാൻ അതിലും പറഞ്ഞാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് പറയാം രാവിലെ ഇന്ന പീരീഡ് ഇതാണ്, അല്ലെങ്കിൽ ഇത് പഠിക്കാം. അതും ഒരാഴ്ച പോലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല. ഇപ്പം നമ്മൾ അല്ലാതെ പഠിക്കുന്നവർ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഈ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ഏത് സമയം എത്ര പഠിക്കണം, എത്ര സമയം പഠിക്കണം, അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെ പറയുന്നില്ല. എക്സാം പാറ്റേൺ എന്താണെന്ന് അറിയണം, അതിനെ പ്ലാൻ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, അതായത് ഡൂസ് ആൻഡ് ഡോൺസ് ആണ് എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്.
അപ്പോൾ അതിന് മുന്നേ എക്സാമിൻ്റെ പാറ്റേൺ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിച്ചതാണ്. എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, മാത്സ്, ഓക്കെ ഇത് ഞാൻ പറയുവാണ് മാത്സ്. പിന്നെ അത് കുറച്ച് കാര്യമുണ്ട്, മാത്സ് അതുപോലെ റീസണിങ്. മാത്സ് റീസണിങ് എത്ര ക്വസ്റ്റ്യൻ വെച്ചാൽ 30 ക്വസ്റ്റ്യൻ വെച്ച് 90 മാർക്ക്, 90 മാർക്ക്, ഓരോ ക്വസ്റ്റ്യൻ 3 മാർക്കാണ്. ഇങ്ങനെ 180 മാർക്കുണ്ട്. ഓക്കെ, ഇത് എഴുതുന്നതിന് കാര്യമുണ്ട്. ഇത് 1 ഹവറാണ്. അടുത്ത ഇംഗ്ലീഷ് അതുപോലെ GK സ്പീഡിൽ എഴുതുവാണ്. ഇംഗ്ലീഷിന് 45 ക്വസ്റ്റ്യൻ, ഇതിന് 25 ക്വസ്റ്റ്യൻ. 45 ക്വസ്റ്റ്യൻ 135 മാർക്ക്, ഇനി 75 മാർക്ക്. അങ്ങനെ 20 നമ്മുടെ 210 മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ 390 മാർക്കിലാണ് നമ്മളുടെ മെയിൻസ് എക്സാം നടക്കുന്നത്. 390 മാർക്ക്, അതായത് ജോലി കിട്ടാൻ വേണ്ടി ഈ 390 മാർക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഒരു സ്കോർ നോക്കുന്നത്. ഇനി നമുക്ക് എന്താ ഉള്ളത്, 15 മിനിറ്റ് നമുക്ക് എന്തുണ്ട്, ടൈപ്പിംഗ് ഉണ്ട്. അതേപോലെ 15 മിനിറ്റ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ എക്സാം ഉണ്ട്. കമ്പ്യൂട്ടർ അത് എന്താണ്, ക്വാളിഫയിങ് ആണ്. നോർമൽ പോസ്റ്റുകൾക്ക് 18 മാർക്കും URന് ബാക്കിയുള്ള CPT കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് വേണ്ടിയെന്ന. അപ്പോൾ അത് കുറച്ച് പോസ്റ്റുകളുണ്ട്. ഇൻസ്പെക്ടർ അങ്ങനെ ലെവലിലുള്ളവർക്ക് 27 മാർക്ക്. അപ്പോൾ നിങ്ങളൊരു സേഫ് സ്കോറായിട്ട് 30, 20 ക്വസ്റ്റ്യൻ ആണുള്ളത്, 30 മാർക്ക്. 20 ക്വസ്റ്റ്യനിലത്ത് 10 ക്വസ്റ്റ്യൻ ശരിയാക്കി 30 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കാണ്. അങ്ങനെ 60-ൽ 30 വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രമിക്കുക. അത് പഠിക്കാവുന്നേ ഉള്ളൂ. അതെന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എഴുതിയെന്ന് പറഞ്ഞാൽ ഈ മാത്സ് റീസണിങ് ഉണ്ടല്ലോ, ഈ 1 മണിക്കൂർ ചെയ്യുന്നത് ഇത് വളരെ ചലഞ്ചിങ് ആണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ മാത്സ് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് പറയുന്നതല്ല. ഈ ഒരു മാത്സ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻ, അതായത് 60 ക്വസ്റ്റ്യൻ 60 മിനിറ്റിൽ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നല്ല രീതിയിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ഇവിടെ പെർഫോമൻസിന്, ഇവിടെ ടൈമിൻ്റെ റോള് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് കട്ട് ഓഫ്, നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ 7800 വേക്കൻസി ഉള്ളായിരുന്നു. ലാസ്റ്റ് ടൈമിൽ നമ്മളുടെ അണ്ടർ 7 വന്ന കട്ട് ഓഫ് 287 അല്ലെങ്കിൽ 285, 287 ആ ഒരു റേഞ്ച് ആയിരുന്നു. OBCക്ക് അതിൽ കുറവ് 271, അങ്ങനെ SC STക്കൊക്കെ 241 റേഞ്ചിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വേക്കൻസി എന്താണ്, കൂടുതലുണ്ട്. അപ്പോൾ ഇതിനേക്കായി എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കുറവേ എന്ത് വരത്തുള്ളൂ, കട്ട് ഓഫ് വരത്തുള്ളൂ. 310 ആയിരുന്നു നമ്മുടെ ഇൻസ്പെക്ടർ, GSC ഇൻസ്പെക്ടറിനൊക്കെ വന്നത്. വേക്കൻസി എന്ത് വന്നതുകൊണ്ടാണ്, അന്ന് കുറവായിരുന്നു. ഇപ്പോൾ കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനേക്കാൾ കുറവാണെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ 310-ഉം ഇപ്പോഴത്തെ 300, ഇനി വരാൻ പോകുന്ന 310 നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് എക്സാമിൻ്റെ ലെവൽ. എക്സാം ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടിയിരിക്കും, എക്സാം പാടാണെങ്കിൽ കട്ട് ഓഫ് അതിനേക്കാളും കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 310 മേടിച്ചാലേ നമുക്ക് ജോലി കിട്ടൂ, 287 വാങ്ങിയാലേ ജോലി കിട്ടൂ, അങ്ങനെയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എത്ര മാർക്ക് വാങ്ങിയാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു ചോദ്യം അവിടെ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ലെവൽ അനുസരിച്ച് പറയാൻ പറ്റും. എന്നാൽ ഒരു സേഫ് സ്കോറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാനിങ് വേണം. അതായത് ഇത്ര മാർക്ക് വാങ്ങണം എന്നുള്ള രീതിയിൽ പ്ലാനിങ് വേണം. അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അത് പേപ്പർ ലെവലിൽ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് പ്ലാനിങ് വേണം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഇത് 3 കൂട്ടി എത്ര മാർക്ക് ഉണ്ടെന്ന് കണ്ടോ, 180, 135. അതായത് 315 മാർക്ക് ഏതാണ്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് മാത്രം ചേർന്നാണ്. അപ്പോൾ മോർ ഇമ്പോർട്ടൻസ് എവിടെയാണ് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ ഈ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആണ്. എന്തുകൊണ്ടാണ്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഇതാണ്. അതായത് ടാർഗറ്റ് നിങ്ങൾക്ക് 100% മാർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഡിക്റ്റബിൾ ആയിട്ട് പഠിച്ചാൽ, പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ്, 100% ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. അതിന് 315 മാർക്കാണ്. 310 മാർക്കായിരുന്നു നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ GSC ഇൻസ്പെക്ടറിൻ്റെ URൻ്റെ കട്ട് ഓഫ്. അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള 287 മാർക്കായിരുന്നു. CHSL അത് പോസ്റ്റുകളുടെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം, പോസ്റ്റൽ അസിസ്റ്റൻ്റ് അങ്ങനത്തുള്ള ഇതുകൾക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റും. ഇതറിയാതെ ഒരുപാട് പേര് ഈ GK എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, GK എത്ര മാർക്കാണ്, GK ബാക്കി 75 മാർക്കാണ് മെയിൻസിന്. അപ്പോൾ ഈ GK ഇതൊന്നും അറിയാതെ GK മാത്രം പഠിക്കുന്ന ഒരു 4 മണിക്കൂർ 4 to 5 മണിക്കൂർ GKക്ക് മാത്രം മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ GK എന്ന് പറഞ്ഞാൽ എന്താണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും 100% ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ UPSC ഒക്കെ 3-4 വർഷം കൊണ്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 25 വാങ്ങാം. പക്ഷേ നമ്മളുടെ സ്ഥിതി അങ്ങനല്ല. അതുകൊണ്ട് ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള GKക്ക് ഒരിക്കലും നിങ്ങൾ 100% എന്ത് ചെയ്യരുത്, ടാർഗറ്റ് ചെയ്യരുത്. അത് ഇനി 2.5 മാസമേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി വീഡിയോ വഴി അന്ന് മുതലേ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണും. നമ്മൾ ഈ 2.5 മാസം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് 25 ഒരിക്കലും വാങ്ങാനേ പറ്റില്ല, അത് ഉറപ്പാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു GKയിലെ സ്ട്രാറ്റജി എന്തായിരിക്കണം, GKയിലെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഫോക്കസ് ആണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു പഠിക്കേണ്ട എന്നല്ല, 25 ഒരു 10 to 15 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കിയാൽ മതി. 30 മാർക്ക്, 30 ഏകദേശം 30 അല്ല 3 മാർക്ക് വെച്ചല്ലേ, 3 ഒറ്റ എടുക്കുമ്പോൾ 30 to 45 മാർക്ക്. അതായത് നിങ്ങളൊരു 40+, 40ക്കും 50ക്കും ഇടയ്ക്ക് മാർക്ക് ടാർഗറ്റ് ചെയ്താൽ മതി.
മതി മതി അത് മതി. 13 ക്വസ്റ്റ്യൻ 14 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കിയത് 15 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മതി. ബാക്കി എവിടെ വേണം, എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ കുറേ പേര് എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അങ്ങ് പഠിക്കുവാണ്. അപ്പോൾ ഈ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 315 മാർക്ക് നിങ്ങൾക്ക് 100% ടാർഗറ്റ് ചെയ്യാം. അതിൽ നിങ്ങളൊരു 90% കിട്ടിയാൽ പോലും നിങ്ങൾ എന്തായി, പഴയ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്കായി. അതിൻ്റെ കൂടെ നിങ്ങൾ ജി കെയുടെ മാർക്ക് കൂടെ ആകുമ്പോൾ എന്താവും, നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റിലോട്ട് വരാൻ പറ്റും. ജി കെയുടെ ഈ 10 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ വാങ്ങേണ്ടത് എങ്ങനെയാണെന്നും ആ ഒരു സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ലീസ്റ്റ് ഫോക്കസ്. ജി കെയിൽ കുറച്ച് എന്ത് ചെയ്യണം, ലീസ്റ്റ് ഫോക്കസ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ 2 മണിക്കൂറുകളൊന്നും ഒരിക്കലും കൊടുക്കരുത്. മാക്സിമം 1.5 to 2 മണിക്കൂറേ നിങ്ങൾ ജി കെയിൽ കൊടുക്കാവും. ഓക്കെ, ഇപ്പം നല്ല റാങ്കിന് വേണ്ടി എന്ത് വേണം, നമുക്ക് ജി കെയിൽ മാർക്ക് വേണം. പക്ഷെ അതിന് ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് അവിടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ടൈം കൊടുത്താലും തിരിച്ച് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ 4 മണിക്കൂർ 5 മണിക്കൂർ കൊടുക്കുന്നു, ആ സമയം നമ്മൾ റീസണിങ്ങും മാത്സും ഇംഗ്ലീഷിനും കൊടുത്താൽ കൂടുതൽ മാർക്കോട് വാങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് കറക്റ്റ് റിട്ടേൺ ആയിട്ട് എത്ര നമ്മൾ കൊടുക്കുന്ന ടൈമിനുള്ള റിട്ടേൺ നമുക്ക് ജി കെയിൽ കിട്ടില്ല കേട്ടോ. ആ ലെവലിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി എക്സാമിൻ്റെ പ്ലാനിങ് നമ്മൾ കഴിഞ്ഞു. എക്സാമിൻ്റെ പ്ലാനിങ് എന്താ ചെയ്തത്, എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്ന് കണ്ടു, അതിൽ ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടു, ജി കെയുടെ കാര്യം കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റ് പ്ലാനിങ് നോക്കാം. അപ്പോൾ ജി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജി കെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ലെക്കാണ്, സത്യത്തിൽ ലെക്കാണ്. എല്ലാവരും എഴുതുന്ന, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എഴുതണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രീവിയസ് ഇയർ ബുക്ക് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ക്വസ്റ്റ്യനോളം എന്തായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമ്മൾ എഴുതിയിരിക്കണം. അങ്ങനെയാണ് ഈ 10 to 15 ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. ബാക്കി എക്സ്ട്രാ ഉള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 2.5 മണിക്കൂറിൽ ഒരിക്കലും ഫുൾ തീർക്കാം, അത് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ നേരത്തെ തൊട്ട് പഠിക്കുമായിരുന്നെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. യെസ്, ഡെയിലി 1.5 മണിക്കൂർ to 2 മണിക്കൂർ മതി, അതിൽ കൂടുതൽ വേണ്ട. അത് കൂടുതൽ ചെയ്യുന്നത് മണ്ടത്തരമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ എക്സാം കഴിയുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കും. ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്ട്രോങ് പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പഠിച്ചല്ലോ, നിങ്ങൾ കട്ട് ഓഫിൻ്റെ അടുത്ത് വന്നു, അല്ലെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു, കട്ട് ഓഫിലേക്കായി നല്ല മാർക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് കാണും, സ്ട്രോങ് ആയിട്ടുള്ള ഏരിയസ് കാണും. അത് ഒന്നുകിൽ റീസണിങ്ങിൻ്റെ ചില പോർഷൻസ് ആയിരിക്കും, മാത്സിൻ്റെ ചില പോർഷൻസ് ആയിരിക്കും, ഇംഗ്ലീഷിൻ്റെ ചില പോർഷൻസ് ആയിരിക്കും, ജി കെയുടെ ചില പോർഷൻസ് ആയിരിക്കും. അപ്പോൾ അതിലെന്ത് ചെയ്യണം, സ്ട്രോങ് പോർഷൻസ് എന്ത് ചെയ്യണം, ആദ്യം സെറ്റ് ആക്കണം. എന്നിട്ട് സ്ട്രോങ് പാർട്ട്, ഇപ്പം ചിലപ്പോൾ മാത്സ് ആയിരിക്കും, മാത്സിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ത് ചെയ്യും, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടെ കംപ്ലീറ്റ് ആക്കി അതിന് എന്താക്കണം, നല്ല സ്ട്രോങ് ആക്കണം. പിന്നെ ബാക്കി സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, ടൈം കൊടുക്കണം. എൻ്റെ അർത്ഥം നിങ്ങൾ സ്ട്രോങ് സബ്ജക്റ്റ് മാത്രം പഠിക്കണമെന്നല്ല. 2 മാസത്തിൽ ജി കെ സ്ട്രോങ് ആകാൻ പറ്റത്തില്ല. നേരത്തെ പഠിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കും. ഇനി പറയുന്ന കാര്യങ്ങൾ തിരിച്ച് മനസ്സിലാക്കാനാണ്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. യെസ്, നമുക്ക് മാത്സിലേക്ക് കടക്കാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ മാത്സിലേക്ക് കടക്കാം. മാത്സിന് നമുക്ക് 30 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. 30ൽ 20 ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ ആ എക്സാം കണ്ടാൽ മതി, ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. 5 ക്വസ്റ്റ്യൻസ് എങ്കിലും മോഡറേറ്റ് ആയിരിക്കും. ബാക്കി ഒരു 4-5 ക്വസ്റ്റ്യൻ എന്തായിരിക്കും, നമ്മളുടെ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ന്യൂ ടൈപ്പ് ആയിരിക്കും, ചെയ്യാൻ പ്രയാസമുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ എൻ്റെ ബ്രദറിൻ്റെ, എൻ്റെ സ്വന്തം അനിയൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 50 അല്ല കേരള റാങ്ക് 1 ഉള്ളത്. അപ്പോൾ അവന് 29 എത്ര ഉണ്ടായിരുന്നു, ശരി ഉണ്ടായിരുന്നു, മാത്സിൽ 29 ശരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിൽ ബാക്കിയുള്ള ഒരുപാട് പേരുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 22 ശരി, അതായത് 22 ശരി എന്ന് പറയുമ്പോൾ 22 × 3 66 മാർക്ക്, ഇത് 87 മാർക്ക്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്നു, ഈ ഒരു AR 15 ഓൾ ഇന്ത്യ റാങ്ക് 15 അല്ലെങ്കിൽ കേരള റാങ്ക് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയ ഒരു സ്വാധീനം, ഈ ഒരു 7 to 8 ക്വസ്റ്റ്യൻ ബാക്കിയുള്ളവരെക്കായും 7 to 8 ക്വസ്റ്റ്യൻ ചെയ്തത് വളരെ വളരെ ഇമ്പാക്റ്റ് അതിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ഈസി, അത് മിക്കവാറും എല്ലാ എക്സാമിനും ഏകദേശം ഒരു 70% ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ഈസി ആയിരിക്കും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ പ്രിലിംസിന് ഇപ്പോൾ പോയവരായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരു 20 മാത്സിന് ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരും. 20 ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കും, അത് നിങ്ങൾ ചെയ്യും. റീസണിങ്ങിന് 20 ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കും, അത് ചെയ്യും. എന്നിട്ട് പറയുന്നത് ഈ മാത്സ് ഈസിയാണ് വന്നതെന്ന്. ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൽ വർക്ക് ചെയ്യത്തില്ല, അത് ഇനിയും വർക്ക് ചെയ്യത്തില്ല, ഇനി ആൻസർ കീ വന്നാലും വർക്ക് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ കട്ട് ഓഫിനെ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു 20 ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യും. ഇവിടെ ഈ 22 to 20 ക്വസ്റ്റ്യൻ അത്യാവശ്യം പഠിക്കുന്നവരൊക്കെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ജോലിയുടെ വക്കത്തെത്തിയവരൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ഒരുപാട് പേരെ അറിയാം. പക്ഷെ ബാക്കിയുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, അത് പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും, അപ്പോൾ അതിനാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രാപ്തരാവേണ്ടത്. അതാണ് മെയിൻസിന് എന്ത് ചെയ്യുന്നത്, ഡിഫിക്കൽട്ടായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 20 ക്വസ്റ്റ്യൻ എന്തായാലും ഈസി ടു മോഡറേറ്റ് ആയിരിക്കും. 25 ചെയ്യണം, 25 ചെയ്യണം എന്ന് ടാർഗറ്റ് ചെയ്യുന്നവർ
ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകുന്നവർ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യും, ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ പഠിച്ചിട്ട് പോകും. 80% ഈസി ആയിരിക്കും, പക്ഷെ സെലക്ഷൻ വേണ്ടവർ എന്ത് ചെയ്യണം, ഫുള്ള് ടാർഗറ്റ് ചെയ്ത് പോകണം. ഓക്കെ, ജി കെ ഒഴിച്ച്. ജി കെക്ക് നമുക്ക് 25 ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ തരുന്ന 25 ചെയ്യാൻ പറ്റത്തില്ല. ഇത് 30ന്റെ കാര്യമാണ്. അപ്പോൾ ഈ മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യം അറിയാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ചാപ്റ്റർ വൈസ് എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ക്ലാസ് കണ്ടു പഠിച്ചു, അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് പഠിച്ചു. അപ്പോൾ അവിടെ അത് ചെയ്ത് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പെർഫോമൻസിനാണ്, മെയിൻസിന് പെർഫോമൻസിനാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം. ഈ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 20 ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് എടുത്ത് ചെയ്യും. എന്നാൽ നിങ്ങൾ വിചാരിക്കും എന്താണ്, ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്, ഞാൻ 30 സെക്കൻഡ് ചെയ്തു. പക്ഷേ ആ ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ 10 സെക്കൻഡ് ചെയ്യാനുള്ളതേ കാണും. 10 സെക്കൻഡ് ചെയ്യാനുള്ള മെത്തേഡ്സേ കാണത്തുള്ളൂ അതിന്. ആ മെത്തേഡ് ചെയ്താൽ അത് 10 സെക്കൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 20 സെക്കൻഡാണ് എന്ത് ചെയ്യുന്നത്, ലാഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 20 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഒരു 3 to 5 മിനിറ്റെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരെ കാര്യം, അല്ലെങ്കിൽ 4 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഈ 4 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങൾക്ക് എവിടെ കൊടുക്കാൻ പറ്റും, ഈ മോഡറേറ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുക്കാൻ പറ്റും. പറയുമ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ നമ്മളുടെ ചാനലിൽ അർജുന ബാച്ച് കണ്ടാൽ മതി. അർജുന ബാച്ചിൽ അല്ലെങ്കിൽ ഒലീവ് ബോർഡിൻ്റെ ലൈവ് മോക്ക് സൊല്യൂഷൻ ഞാൻ ചെയ്യുന്ന കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതിലെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും അതെങ്ങനെ, അതുകൊണ്ടാണ് ആ ലൈവ് മോക്കൊക്കെ ചെയ്യുന്നത്. ആ ഒരു ഈസി ക്വസ്റ്റ്യൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അത് കണ്ടിന്യൂ എത്തുന്നത്. അത് കണ്ടിന്യൂ ചെയ്യും, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളെ അത് കാണിച്ചു തന്നു എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. അതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ഈസി ക്വസ്റ്റ്യൻ ഈസി ലെവലിൽ, ഈസി ക്വസ്റ്റ്യൻ ഈസി ആവണമെങ്കിൽ ആ ഒരു സെക്കൻഡ് ചെയ്യണം, അത്ര സമയത്ത് ചെയ്യണം. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബാക്കി ടൈം ഇവിടെ കിട്ടും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലോട്ട് എന്ത് ചെയ്യാനാണ്, കുറച്ച് ഒരു തോട്ട്സ് തരാൻ വേണ്ടിയാണ്. നിങ്ങൾ എങ്ങനെ ആ ഒരു മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ആവണമെന്ന് പറയാനാണ്. അല്ലാതെ നിങ്ങൾ ഇത് പഠിക്കണം, ഇത് ചെയ്യണം, ഇത് ചെയ്താലേ പറ്റൂ, 1 മണിക്കൂർ ഇത് പഠിക്കണം, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ചാപ്റ്റർ പഠിക്കണം അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റാൻ പറ്റത്തില്ല. അത് എൻ്റെ സ്ട്രാറ്റജി ആവത്തുള്ളൂ. അപ്പോൾ പെർഫോമൻസ് വളരെ അധികം റോളുണ്ട്. ഓക്കെ, വെറുതെ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെർഫോമൻസ് അതെന്ത് ചെയ്യണം, ആ ടൈമിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 15 സെക്കൻഡ് ചെയ്യാമെന്ന് ചിലപ്പോൾ 5 സെക്കൻഡ് ചെയ്യായിരിക്കും. പിന്നെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, പഠിക്കണം. ഈ സമയം എന്ത് ചെയ്യാം, ബാക്കി ഡിഫിക്കൽട്ട് ക്വസ്റ്റിന് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഈസി ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, വിടുന്നു, അത് തെറ്റുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടത്തില്ല കേട്ടോ. ഇങ്ങനെ കിട്ടിയാൽ സെലക്ഷൻ കിട്ടത്തില്ല, സത്യമാണ്. അപ്പോൾ അതുകൂടെ പഠിക്കുന്ന ലെവലിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വരണം. അതുകൂടെ പഠിച്ച് അത് ജോലിക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കുറച്ച് തോന്നിയാലും കുഴപ്പമില്ല, കാര്യം പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എൻ്റെ അടുത്ത് 2-3 പേര് കുറേ നാളോട് പഠിക്കുന്നവരാണ്. അവർ ഈ കറണ്ട് മുദ്ദേ എന്ന് പറയുന്നൊക്കെ ഒരു ചാനലുണ്ട്. അതിൻ്റെയൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ടുപോകും. മെയിൻസ് ലെവലിൽ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തു പോകും. അത് വളരെ എന്താണ് മണ്ടത്തരമാണ്. എന്തുകൊണ്ടാണ് മണ്ടത്തരമാവുന്നത്, നിങ്ങൾക്ക് മെയിനായിട്ട് 80% ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈസി ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈസി ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ പ്രശ്നം, നിങ്ങൾക്ക് ഈ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കാണാൻ പോലും പറ്റത്തില്ല. അല്ലെങ്കിൽ അത് ചെയ്താൽ പോലും നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. ഈസി ക്വസ്റ്റ്യന് നിങ്ങൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഇതിൻ്റെ ആ ഒരു സ്പീഡ്, ഡീറ്റെയിൽ സമ്മ് ചെയ്തിട്ട് യൂണിറ്റ് വെച്ചിട്ട് ചെയ്യുന്നു, പെൻ ഫ്രീ ആയിട്ടൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതൊക്കെ അർജുന ബാച്ചിലെ ഒലീവ് ബോർഡ് ലൈവ് മോക്കിന് സൊല്യൂഷൻ കണ്ടാൽ മനസ്സിലാവും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പഠിപ്പിച്ചിട്ട് ആ ഒരു ബേസ് ലെവലിൽ നിങ്ങൾ പഠിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈസി ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ചെയ്യും. ആ ഒരു ഇത്രയും സമയം എടുത്തിട്ട് ഫുൾ ഈസി ക്വസ്റ്റ്യൻ മാത്രം ചെയ്യും, ബാക്കി ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ഡിഫിക്കൽട്ട് മാത്രം ചെയ്യുന്ന പരിപാടി നിർത്തണം. ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മിക്സഡായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു മറ്റേ സ്ട്രാറ്റജി വീഡിയോകൾ കണ്ടാലേ ഇതെന്താവത്തുള്ളൂ, കംപ്ലീറ്റ് ആവത്തുള്ളൂ. പല ലെവലിലുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഈ 90% എങ്കിലും നിങ്ങൾ 90% മാർക്ക് ഒരു 30-ൽ 27 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യുന്ന രീതിയിൽ സെറ്റ് ആയിരിക്കണം കേട്ടോ. ഇനി റീസണിങ്, ഇപ്പോൾ റീസണിങ് കുറച്ച് ടഫായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റീസണിങ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ, ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മാത്സിൽ എന്ത് ചെയ്യാം, അത് സമയം ലാഭിക്കാം. മാത്സ് നന്നായിട്ട് പഠിച്ചാൽ ഏകദേശം ഒരു 25 മിനിറ്റ് തന്നെ ആ ഒരു 30 ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ തീർക്കും. 20 to 25 മിനിറ്റ് തന്നെ 30 ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ CGL 2024 എല്ലാ ഷിഫ്റ്റിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അത് മിക്സ്ഡ് പ്രാക്ടീസ് ആണ്. CGL 2024 സൊല്യൂഷൻ എങ്ങനെ നിങ്ങൾക്ക് പെൻ എടുക്കാതെ ചെയ്യാം, എങ്ങനെയുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചെയ്യാം. അത് ചാപ്റ്റർ കാര്യങ്ങൾ അറിഞ്ഞവർക്ക് മാത്രമേ പറ്റൂ. ഞാനീ പറയുന്നത് മെയിൻസിൽ കട്ട് ഓഫ് ക്ലിയർ ആവുന്നവർക്ക് വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് കേട്ടോ. അല്ലാത്തവർ ആ ഒരു പഴയ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാമെന്ന് നോക്കുക.
ഓക്കെ, അപ്പോൾ CGL 2020 സൊല്യൂഷൻ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, CGL 2020 എല്ലാ ഷിഫ്റ്റിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെയിൻസിൻ്റെ ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് മെയിൻസ് ലെവൽ ബാച്ച് ഈ ഒരു ചാനലിൽ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, തുടങ്ങുന്നതായിരിക്കും. ഇതിലെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഡെയിലി കാൽക്കുലേഷൻ, വേറൊരു കാര്യം, ഡെയിലി കാൽക്കുലേഷൻ്റെ പ്രാക്ടീസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തോന്നും അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരത്തില്ല എന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ക്വസ്റ്റ്യൻ വരത്തില്ലെന്ന്, ടേബിളൊന്നും വരത്തില്ലെന്ന്, ആൽഫബറ്റിൻ്റെ നമ്പറൊന്നും വരത്തില്ലെന്ന്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റാങ്കിനെ എന്ത് ചെയ്യുന്നതാണ്? ഡെയിലി മാത്സിൻ്റെ എക്സസൈസ്, ഡെയിലി കാൽക്കുലേഷൻ, അതിനൊരു 20 മിനിറ്റ് നിങ്ങൾ കൊടുക്കുക. അതും വീഡിയോയോടുണ്ട്, ഞാനിന്ന് കാണിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഒരു 30 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്ന് പറയാം. അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതാം. നിങ്ങൾ ഈ ഒരു ലെവൽ ആയി കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ലാസ്റ്റ് ഒരു 75 ദിവസം ഉണ്ടെന്ന് പറഞ്ഞു, ലാസ്റ്റ് ഒരു 25 ദിവസം ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഫുൾ മോക്ക് ചെയ്താൽ മതി. അതുവരെ എന്ത് ചെയ്യണം? നിങ്ങൾ അതിലേക്ക് മോക്ക് എഴുതാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയിലേക്ക് എന്ത് ചെയ്യണം? എത്തണം. എല്ലാ വെറൈറ്റി ടൈപ്പും കണ്ട് കാൽക്കുലേഷൻ സെറ്റായി വീക്ക് പാർട്ടിനെ സ്ട്രോങ് പാർട്ടാക്കണം, വീക്ക് പോർഷൻ കാണും, അതിനെ സ്ട്രോങ് ആക്കണം. മോക്കിൽ ഏത് ടൈപ്പ് വന്നാലും ചെയ്യാവുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? ഫുൾ മോക്ക് എഴുതിയാൽ മതി. അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മിക്സഡ് ആയിട്ടുള്ള പ്രാക്ടീസ്, നിങ്ങൾ PYQ ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഏതാണ് പിനാക്കിൾ ബുക്ക്. അപ്പോൾ അതിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ എടുത്തിട്ട് ടൈമർ ഇട്ടിട്ട് ഒരു ചാപ്റ്റർ 10, മറ്റേ 10, അടുത്ത 10 അങ്ങനെ ചെയ്യാം. ഈ ഒരു CGL 2024 എക്സാമിൻ്റെ ഷിഫ്റ്റുകൾ ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാം. സെക്ഷണൽ ടെസ്റ്റിലെ മിക്സ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ട് ഏതാണോ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് അതിൻ്റെ ക്ലാസ് കാണാം. അത് ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്ത് ചെയ്യാം? സ്ട്രോങ് ആക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുൾ മോക്ക് എടുക്കുന്ന സമയത്ത്, ഫുൾ മോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് അല്ലാത്ത മോക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ആൻ പറ്റും. എല്ലാവരും പറയും നിങ്ങൾ ഈ ഒരു മോക്ക് ചെയ്താലേ നിങ്ങൾ സ്പീഡ് കൊടുത്തോളൂ. അല്ല, മോക്ക് ചെയ്താലല്ല, കൂടുതൽ മോക്ക് എഴുതുമ്പോഴേ സ്പീഡ് കൊടുത്തോളൂ എന്ന് പറയും. അല്ല, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫുൾ മോക്ക് ചെയ്താൽ അതിൻ്റെ അനാലിസിസ് ദിവസം 4, 5 ഒക്കെ മോക്ക് എഴുതിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരിക്കലും എന്താവത്തില്ല, നിങ്ങൾ ഇമ്പ്രൂവ് ആവത്തില്ല. നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് വീക്കായിട്ടുള്ളത് സെറ്റായി, കാൽക്കുലേഷൻ സ്പീഡ് കൂടി, വെറൈറ്റീസ് മാക്സിമം കണ്ട് അങ്ങനെയൊക്കെ ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. ലാസ്റ്റ് 20-25 ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയിലെത്തും. അല്ലെങ്കിൽ എല്ലാ ദിവസവും എഴുതി മാർക്ക് കുറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഡിമോട്ടിവേറ്റ് ആയി പോകും. അപ്പോൾ ബാക്കിയുള്ളവർ നോക്ക് എഴുതുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അങ്ങനെയുള്ള രീതിയിലല്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം, ലൈവ് മോക്ക് നിങ്ങൾക്ക് ചെയ്യാം. ലൈവ് മോക്കിൻ്റെ സൊല്യൂഷൻ, മെയിൻസ് ലെവലിലുള്ള ലൈവ് മോക്ക്, അതിൻ്റെ സൊല്യൂഷനും ചാനലിൽ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത്, എൻ്റെ സമയമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. സമയമില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ഈ ഒരു കാര്യം, CGL സൊല്യൂഷൻ, മെയിൻസ് ലെവലിൻ്റെ ബാച്ച്, ലൈവ് മോക്ക്, ഇത് 3 എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ, മിക്സഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യും. ചാപ്റ്റർ വൈസ് ചെയ്യുന്നുണ്ടെങ്കിലും വീക്കായിട്ടുള്ള ടോപ്പിക്കിൽ ചാപ്റ്റർ വൈസ് ചെയ്ത് സെറ്റാണ്. പെർഫോമൻസ് ഇതാക്കുക. ഡെയിലി എവിടെയും പോയി മെയിൻസ് ക്ലാസ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മെയിൻസ് ക്ലാസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടെ ആദ്യം മുതലുള്ള ചാപ്റ്റർ, ആദ്യം മുതലുള്ള കൺസെപ്റ്റ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ബാച്ച് നിങ്ങൾ എടുക്കരുത്. ദൈവത്തെ ഓർത്ത് എടുക്കരുത്. നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് പഠിക്കാനാണെങ്കിൽ എടുക്കാം, ഒരു പ്രശ്നമില്ല. ആദ്യം മുതലുള്ള ചാപ്റ്റർ, ഇപ്പം ആദ്യം വന്ന് പെർസെൻറ്റേജ് ആദ്യം മുതൽ പിന്നെയും കൺസെപ്റ്റുകൾ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി എടുക്കരുത്. നേരത്തെ പഠിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ 25 CGL എഴുതുന്നവരാണെങ്കിൽ എടുത്തോ, ഒരു പ്രശ്നമില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ബാച്ചുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. മാത്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, മലയാളത്തിലൊന്നും അങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ഇതിൽ കാണും, ഇതിലുണ്ട്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുകയാണ്, ചുമ്മാ നിങ്ങൾ പല ബാച്ചുകളായിട്ട് ഇത് മെയിൻസിന് വേണ്ടി ഒരു ബാച്ച് എടുത്ത് പഠിച്ചാൽ അത് നടക്കില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, ഫോർമുലേസും പ്രോപ്പർട്ടീസും, അത് വീക്ക്ലി വൺസ് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊന്ന് എഴുതി നോക്കാം. പ്രോപ്പർട്ടീസ് അത് പ്രാക്ടീസ് ചെയ്ത് റീകോൾ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ അടുത്ത മാത്സിൻ്റെ സോഴ്സസ് പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ഒരു പിനാക്കിളിൻ്റെ ബുക്ക് വീണ്ടും ചെയ്യാം. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്രോ ലെവൽ CGLൻ്റെ ബാച്ച്, അപ്പോൾ അത് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞ മാത്സിൻ്റെ ക്ലാസ്സുകൾ. പക്ഷേ ഞാൻ പറഞ്ഞു, വീണ്ടും ആദ്യം മുതൽ ചാപ്റ്റർ വൈസ് കാണാനാണെങ്കിൽ വേണ്ട, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉള്ള ക്ലാസ്സുകളുണ്ടെങ്കിൽ. അപ്പോൾ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ CGL പ്രോ ലെവൽ എന്ന് പറയുന്നൊരു ബാച്ച് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ CGL ബാച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് CGL ബാച്ച് ആകുമ്പോഴും അതിനകത്ത് എന്തേ ഉള്ളൂ? തിയറി പ്ലസ് ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് 75 ദിവസം കൊണ്ട് ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു 30 എന്നുള്ള അല്ലെങ്കിൽ 30, 27, 25 എന്നുള്ള ടാർഗറ്റിലോട്ട് എത്താൻ പറ്റത്തില്ല ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ. നേരത്തെ പഠിച്ചവരാണെങ്കിൽ അത് റിവൈസ് ചെയ്യാം. അപ്പം പിനാക്കിളിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്ന ബാച്ചിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ചെയ്യുക, കാര്യം ചെയ്യുക. പക്ഷെ ആ ഒരു ടൈം ഏറ്റവും കുറച്ച് ചെയ്യും. അതിന് ഇതിലുള്ള DTSMൻ്റെ ക്ലാസ് കാണാം, അർജുന ബാച്ചിൻ്റെ ക്ലാസ് കാണാം. ഓക്കെ, അത് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത CGL 25 ആകുമ്പോഴത്തേക്കും നമ്മളുടെ ചാനലിലെ ക്ലാസ്സുകൾ തന്നെ കണ്ട് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ക്ലാസ്സിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അർജുന ബാച്ചൊക്കെ ചെയ്യുന്നത്. ആ ഒരു ലെവലിൽ സമയം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് റീസണിങ്ങിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റരുത്. ചിലത് പഠിക്കാത്തതായിരിക്കും, ചിലത് ക്ലിക്കാവാത്തതായിരിക്കും. അപ്പോൾ ക്ലിക്കാവാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചത് റിവൈസ് ചെയ്താൽ മാത്രമേ ഈ ക്ലിക്കാവാത്തുള്ള പ്രശ്നം തരത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൻ്റെ പല വെറൈറ്റീസ്, മാക്സിമം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഈ പഠിക്കാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ വെറൈറ്റീസ്, പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ എന്തെങ്കിലും പുതിയ ടൈപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളുടെ ചാനലിൽ തന്നെ ഒരു റീസണിങ്ങിൻ്റെ ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബാച്ച് അല്ലെങ്കിൽ ഒരു ക്ലാസ് സീരീസ്, ബാച്ചിന് ഉദ്ദേശിക്കുന്ന ക്ലാസ് സീരീസ് എന്ത് ചെയ്യാം? തരുന്നതായിരിക്കും കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതും ചാപ്റ്റർ വൈസ് ചെയ്യേണ്ട, വീക്കായിട്ടുള്ള ചാപ്റ്റർ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ചെയ്യാം. മാക്സിമം ഷിഫ്റ്റ് വൈസ് അല്ലെങ്കിൽ മിക്സഡ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് 4 വർഷത്തെ ഹാർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കത് കിട്ടുവാണെങ്കിൽ ചെയ്യുക. ഒരു നല്ല ചാനലാണ് എൻഡ് ഗെയിം എസ് എസ്. ഓക്കെ, എൻഡ് ഗെയിം SSC എന്ന് പറയുന്ന ചാനലിൽ ഒരുപാട് ന്യൂ പാറ്റേണിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലെവലുണ്ട്. അത് ചെയ്യാം. ഓക്കെ, അപ്പം അതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി മോക്ക് എഴുതുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? വേറൊരു കാര്യം, മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, 60 മിനിറ്റ് 60 ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ സ്പീഡിൽ വായിച്ചെങ്കിൽ പറ്റൂ. സ്പീഡിൽ ക്വസ്റ്റ്യൻ വായിക്കണം, വേഗത്തിൽ ഓപ്ഷനൊക്കെ നോക്കി ആൻസർ കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ആ ഒരു അർജുന ബാച്ച്, അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിലാണ് അർജുന ബാച്ചിൻ്റെ. അപ്പോൾ അർജുന ബാച്ചിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സ്പീഡ് നിങ്ങൾ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് വായിക്കാതെ ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളുടെ പെർഫോമൻസിനെ വളരെയധികം എന്ത് ചെയ്യും? മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അർജുന ബാച്ച് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ സ്പീഡിൽ ക്വസ്റ്റ്യൻ വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും മുന്നേ, ബാക്കിയുള്ളവരെക്കാളും മുന്നേ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് വേഗം ആൻസർ ചെയ്യുക. അപ്പം വന്നിട്ടില്ലാത്ത പാറ്റേൺ കൂടെ നോക്കാൻ വേണ്ടി റീസണിങ്ങിൻ്റെ ഹാർഡ് ക്വസ്റ്റ്യൻ ബാച്ച്. ഇത് എത്രത്തോളം എനിക്ക് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു സോഴ്സുകളിലൂടെ, സോഴ്സൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ വലിയ വ്യത്യാസമൊന്നുമില്ല. സോഴ്സൊക്കെ അത് തന്നെയാണ്. നിങ്ങൾ പ്രാക്ടീസ് കൂട്ടുക. സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞ സോഴ്സുകൾ തന്നെ മതി. വേറെ പുതിയ സോഴ്സുകളൊന്നും നിങ്ങൾ ചെയ്യേണ്ട. അതിനകത്ത് ചെയ്യേണ്ടത് പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അത് പഠിച്ചു വരുന്നവരാണെങ്കിൽ അതിനകത്ത് പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ആയിട്ട് കൂടുതൽ ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കും. ഇപ്പോൾ റെയിൽവേ എക്സാമിന് ചോദിച്ച റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റെയിൽവേയുടെ, നിങ്ങൾ അതിൻ്റെ പാസ് പ്രോ എടുത്തു കഴിഞ്ഞാൽ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ റെയിൽവേയിൽ ചോദിച്ച റീസണിങ് കൂടെ എന്ത് ചെയ്യുക? പസിൽസ് ഒക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങൾക്കൊന്നും ചെയ്തിട്ട് പോകാം. അതൊക്കെ മെയിൻസിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാക്കി മാക്സിമം അറിയാവുന്നതിൻ്റെ ടൈം കുറച്ച് ബാക്കി സമയം മാത്സിനും ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസിനും കൊടുക്കാൻ വേണ്ടി 20 to 25 മിനിറ്റിൽ ഇതും തീർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. 30 ക്വസ്റ്റ്യൻസ് ലോജിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന് ഏതൊക്കെ മുന്നോട്ട് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ ക്വസ്റ്റ്യൻ വേറെ ഏത് ടൈപ്പ് വരാം, അങ്ങനത്തുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. റീസണിങ്ങിന് 2 ഷിഫ്റ്റെങ്കിലും 50 ക്വസ്റ്റ്യനെങ്കിലും മിനിമം ചെയ്യുക. ഓക്കെ, അടുത്ത നമ്മുടെ ഇംഗ്ലീഷ്. അപ്പോൾ മാത്സ് അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇംഗ്ലീഷാണ്. മാത്സിന് സമയം കൂടുതലെടുക്കും നിങ്ങൾക്ക് പഠിച്ചെടുത്താൽ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വട്ടം പഠിച്ചെടുത്താൽ പിന്നെ പ്രശ്നമില്ല. മാത്സ് പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. 45 ഗുണം 3 135 മാർക്ക് ഇംഗ്ലീഷിനാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇംഗ്ലീഷിൽ നമുക്ക് വൊക്കാബുണ്ട്, ഗ്രാമറുണ്ട്. ഇതെല്ലാം ഞാൻ ആ ഒരു സ്ട്രാറ്റജിയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് വീണ്ടും പറയുവാണ്. ഗ്രാമറുണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്. അപ്പോൾ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ വൊക്കാബിന് ഏകദേശം 10 ക്വസ്റ്റ്യൻ, ഗ്രാമറിന് ഏകദേശം 13 ക്വസ്റ്റ്യൻ, കോംപ്രിഹെൻഷന് ബാക്കി ഒരു 22 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ 10 ക്വസ്റ്റ്യനകത്ത് നമ്മുടെ വൺ വേർഡ് ഉണ്ട്, ഇഡിയം ഉണ്ട്, സിനോണിയം ഞാൻ എഴുതുന്നില്ല, സിനോണിയം ആൻറ്റോണിയം ഉണ്ട്. അപ്പോൾ ഈ വൺ വേർഡ് ഇഡിയവും ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ഏകദേശം 6 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? 100% ടാർഗറ്റ് ചെയ്യാം. ഈ സിനോണിയം ആൻറ്റോണിയം ഈ GK പോലാണ്, കിട്ടി പോയപ്പോൾ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്യേണ്ട. ഗ്രാമറിൻ്റെ 13 മാർക്കും കിട്ടണം. അങ്ങനെ ഈ ഗ്രാമർ വൊക്കാബിൽ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ, സിനോണിയം ചേർത്ത് 20 ക്വസ്റ്റ്യനും, കോംപ്രിഹെൻഷനിൽ നിന്ന് ബാക്കി എത്ര പറ്റുമോ അത്രയും. കോംപ്രിഹെൻഷൻ നിങ്ങളുടെ ലെവലാണ്. ഞാനൊരു സത്യം പറയാം, നിങ്ങൾക്ക് ഞാൻ ഡിസംബറിൽ പറഞ്ഞ കാര്യമാണ്. അത് നിങ്ങൾ ഇന്നേ ആ പറഞ്ഞ കാര്യങ്ങളല്ല, റീഡിങ് ചെയ്യുന്ന കാര്യം, ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് 20 മിനിറ്റ് വായിക്കുന്ന കാര്യം, ആ ഒരു നീതു സിംഗിൻ്റെ ബുക്ക് വായിക്കുന്ന രീതി,
അതുപോലെ റാണി മാമിൻ്റെ ക്ലാസ് കാണുന്നത്. അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോംപ്രഹെൻഷൻ എന്തായി കാണും? ഇപ്പോൾ സ്ട്രോങ് ആയി കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2.5 മാസം കൊണ്ട് അല്ലെങ്കിൽ 75 ദിവസം കൊണ്ട് ഒരിക്കലും സെറ്റാക്കാവുന്ന ഒന്നല്ല ഈ റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചു വന്ന പ്രിപ്പയർ ചെയ്ത ഒരു 6 മാസമെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ റീഡിങ് സ്കില്ല് കൂടുതലായിരിക്കും. അല്ലാത്തൊരു എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതിനകത്ത് നിന്ന് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത് ഇമ്പ്രൂവ് ചെയ്യുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? PQRS, ജംബിൾഡ് സെൻറ്റൻസ്, അതേപോലെ ക്ലോസ് ടെസ്റ്റ് ഉണ്ട്, പാസേജ് വരും. ഓക്കെ, അങ്ങനത്തുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ സോഴ്സ് പറഞ്ഞാലും PQRSന് നമ്മുടെ നിയോൺ ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ഹിന്ദി ചാനലുണ്ട്. അതിൽ നിമിഷ ബൻസാൽ. അപ്പോൾ അവരുടെ കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളും അതൊക്കെ നല്ലതാണ്. പിന്നെ ഗ്രാമർ, വൊക്കാബുലറി ഇത് രണ്ടും സിനോനെ രണ്ടിനും മാറ്റിയിട്ട് ബാക്കി എന്ത് ചെയ്യാം, ഫുള്ള് വാങ്ങാൻ നോക്കാം. ഫുള്ള് വാങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആ ഒരു പിനാക്കളിൻ്റെ ബുക്ക് അല്ലെങ്കിൽ കിരണിൻ്റെ ബുക്ക് നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞു, ആ സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞ ആ രീതിയിൽ 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ചെയ്യുക. ഒരു വട്ടം ചെയ്തെടുത്തെങ്കിൽ വീണ്ടും ചെയ്യുക. അങ്ങനെ കുറേ വെറൈറ്റീസ് വരും. അപ്പം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടീസാണ്. ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ എവിടെ കണ്ടാലും മോക്ക് ടെസ്റ്റ് എഴുതിക്കും, ഒരു പ്രശ്നമില്ല. പ്രീവിയസ് ഇയർന്നോ മറ്റേന്നോ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസോ കിട്ടും. SSCക്ക് ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനകത്തുള്ള പുതിയ പുതിയ ടൈപ്പ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെറൈറ്റീസും എല്ലാം കിട്ടും. അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്യും. ഞാൻ ചെയ്യുന്ന സമയത്തും അങ്ങനെ ആയിരുന്നു. ഒരുപാട് ക്വിസസും കാര്യങ്ങളും മോക്കുകളും എല്ലാം എഴുതുക. എഴുതി നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ വളരെ വേഗത്തിൽ വായിക്കാൻ പറ്റും. മാത്സ് പോലെ അത്ര സമയം എടുക്കത്തില്ല അനാലിസിസിന്. അങ്ങനെ ചെയ്ത് നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് എത്ര തെറ്റുന്നോ അത്രത്തോളം നിങ്ങൾ പഠിക്കും. ഒരിക്കലും നിങ്ങൾ നോട്ടായിട്ട് ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. തെറ്റുന്നു, അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വരുന്നു, വീണ്ടും തെറ്റിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ശരിയാക്കിയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് എന്ത് ചെയ്യണം. അപ്പം പിന്നെ പ്രീവിയസ് ഇയർ ബുക്ക് എടുത്തിട്ട് ഓഫ്ലൈൻ മോഡിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 200 ക്വസ്റ്റ്യൻ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് സ്പീഡാക്കാം. പ്രാക്ടീസിന് കൂടുതൽ സമയം കൊടുക്കും. പിന്നെ റീസണിങ്ങിൻ്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഒരു റിവിഷൻ ബുക്ക്, പുതിയ പാറ്റേൺ കിട്ടുവാണെങ്കിൽ എവിടെ നിങ്ങൾ പ്രീവിയസോ ഒക്കെ കിട്ടുവാണെങ്കിൽ റിവിഷൻ ബുക്ക് എന്ത് ചെയ്യാം, വെക്കുക. എക്സാമിന് പോകുന്നതിന് മുമ്പേ അത് റിവൈസ് ചെയ്യാം. ഇംഗ്ലീഷിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളുകളോ എന്തെങ്കിലും വൊക്കാബുലറോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരിക്കലും ഇനി വന്നാൽ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാം എടുത്ത് എഴുതണമെന്നല്ല. നിങ്ങളുടെ സമയം മൊത്തം ഈ ബുക്ക് ഉണ്ടാക്കാൻ വീണ്ടും നോട്ട് ഉണ്ടാക്കുമല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് തെറ്റിപ്പോകും എന്നുള്ളത് എന്ത് ചെയ്യാം, ഒരു റിവിഷൻ ബുക്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതായത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, കാണും. അതിന് ഈ RBIയുടെ ടെലിഗ്രാം ചാനൽ, RBI ടെലിഗ്രാം ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് എന്ത് ചെയ്യണം. അപ്പോൾ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫ്ലേവറോട് നിങ്ങൾക്ക് കിട്ടും. ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും കേട്ടോ, ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. പിന്നെ PQRS ക്വസ്റ്റ്യനകത്ത് ഓപ്ഷണൽ എലിമിനേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞു, ആ ഒരു നിയോൺ ക്ലാസ്സിലെ PQRSൻ്റെ എന്തുണ്ട്, നമ്മളുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാം. റീഡിങ് 2 മാസം നടക്കത്തില്ല. ഇംഗ്ലീഷ് സെറ്റായവർക്ക് ആൾറെഡി സ്ട്രാറ്റജിയൊക്കെ പറഞ്ഞ് ചെയ്തുള്ളവർക്ക് എന്തെങ്കിലും സെറ്റായി കാണും. അങ്ങനെ അല്ലാത്തൊരു പാസേജ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് അത് കിട്ടുന്നത് എന്ത് ചെയ്യുക, പോയിന്റ്സ് വെച്ചോളാം കേട്ടോ. പ്രാക്ടീസ് നല്ലോണം ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തമായിട്ട് ടൈമർ സെറ്റ് ചെയ്ത് ചെയ്യണം. വെറുതെ ബാച്ച് കണ്ടിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് ആയാലും ഇനി ആദ്യം മുതൽ പഠിച്ചിട്ട് കാര്യമില്ല. ആ ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ GK കാര്യം. ഇപ്പോൾ GK കാര്യം ഞാൻ കുറച്ചൊന്ന് പറയാം. GKക്ക് ഞാൻ പറഞ്ഞു ഒരു 15 to 16 ക്വസ്റ്റ്യൻ മതി. GK ഒരുപാട് പേര് വീക്കായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് GK എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര സമയം കൊടുക്കണം. ഒരിക്കലും ഞാൻ പറഞ്ഞു 2 മണിക്കൂർക്കുള്ളിൽ നിങ്ങൾ GK കൊടുക്കണം. ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് 2.5 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. GK ഒരിക്കലും നിങ്ങൾക്ക് 25 വാങ്ങാൻ പറ്റത്തില്ല. പഠിച്ചു വന്നവരാണെങ്കിൽ, ആ ഒരു സ്ട്രാറ്റജി പഠിച്ചു വന്നവരാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. എല്ലാ ടോപ്പിക്കുകളും പഠിക്കുക. നിങ്ങൾക്ക് 20 അടുപ്പിച്ച് മാർക്ക് കിട്ടും. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം സ്ട്രാറ്റജി പറഞ്ഞ കാര്യം. ഇനി 2.5 മാസം കൊണ്ട് ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല, ഒരു രക്ഷയില്ല എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഹിസ്റ്ററി ഒരു 3 to 4 ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ വരുന്നതാണ്. പോളിറ്റി ഒരു 3 ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മളുടെ സയൻസിൽ ഏകദേശം ഒരു 6-7 ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ 6ഉം 7ഉം ഏകദേശം 13 അല്ലെങ്കിൽ 12 ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ സ്റ്റാറ്റിക്കും കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൻ്റെ സോഴ്സ് ഞാൻ പറഞ്ഞു. സ്റ്റാറ്റിക് നിങ്ങൾക്ക് ദിശ അക്കാഡമിയിലെ നിത്യ മിസ്സിൻ്റെ നല്ല ക്ലാസ്സാണ്. ഓക്കെ, ആ ക്ലാസ് കാണാം. സ്ട്രാറ്റജിക്ക് ഇത് കാണാം. നല്ല ക്ലാസ്സുകൾ കിട്ടുന്നത് നിങ്ങൾ കാണുക. ഇപ്പോൾ എവിടെ നിന്നാലും കാണുക, ഒരു പ്രശ്നമില്ല. സ്ട്രാറ്റജിക്ക് കറണ്ട് അഫയേഴ്സ് അതും ഏകദേശം എന്ത് കിട്ടും, ഏകദേശം 2-3-4-5 ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻ സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ. പിന്നെ പ്രീവിയസ് പ്ലസ് നമ്മുടെ PYQs വളരെ ഇമ്പോർട്ടൻറ്റ്. PYQs ഞാൻ അന്ന് പറഞ്ഞു, അന്ന് ഉള്ള സ്ട്രാറ്റജി മെയിൻസിന് കൂടിയാണ്. CGL എന്ന് പറഞ്ഞാൽ മെയിൻസ് ആണ്. PYQs ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ അതിനുള്ള ഈ ഒരു ടോപ്പിക്കുകളോട് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 15 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ശരിയാക്കാം. ബാക്കി സമയം മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് കൊടുത്ത് അത് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്പെക്ടർ ലെവലിലുള്ള ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ എന്ത് ചെയ്യും, കിട്ടും. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ എത്രത്തോളം അത് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം
വർക്ക് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ 70 ദിവസം നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കേണ്ട, പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. ഒരുപാട് പുതിയ വീഡിയോസ് കാണാനും ഒന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ പുണ്ടിൻസിൻ്റെ കാര്യം പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അവരുടെ വീഡിയോ കോഴ്സ് ഒന്നും ചെയ്യാനില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ ആ ഒരു ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നില്ല. പണ്ടൊക്കെ ഇട്ടിട്ടുള്ള സ്ട്രാറ്റജിക്കയുടെ വീഡിയോ അല്ല PDF, സ്ട്രാറ്റജിക്കയുടെ PDF-ൻ്റെ കാര്യമാണ് പറഞ്ഞത്, ക്ലാസ് അല്ല. അവരുടെ ഷെഡ്യൂൾ ഒന്നും ഫോളോ ചെയ്യേണ്ട. അതൊക്കെ കുറച്ച് എന്താണ്, അവർ കുറച്ച് അധികമാണ്. അതൊന്നും നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ PDF GKയുടെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ PDF ഉണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ ഫയൽ സെക്ഷനിൽ പോയാൽ PDF കിട്ടും. പഴയത് മതി, പുതിയതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട. അവരുടെ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഷെഡ്യൂളോ ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ആ PDF എടുത്ത് വായിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ അവർ കുറച്ച് നല്ല രീതിയിൽ അത് സിനോണിംസ് ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കാം. അതുപോലെ RB ചാനലിൽ PDF ഒക്കെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുക. അതാണ് പറഞ്ഞത്. അത് പുണ്ടിൻസിൻ്റെ സ്ട്രാറ്റജി ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. ഒരു കമൻറ്റ് അതായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഇപ്പോൾ GKയുടെ കാര്യം ഇത്രയേ ഉള്ളൂ. GKയുടെ കാര്യം സ്ട്രാറ്റജി എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഫാസ്റ്റായിട്ട് ചെയ്യുക. അത് ഇനി അത് ചെയ്ത് വന്നവർക്ക് കുഴപ്പമില്ല, പുതുതായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ ഈ GKയിലെ നമ്മളെ ലൂസൻ്റെ ബുക്ക് ഉണ്ടല്ലോ, ലൂസൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിലെ ബോക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ ഇട്ടേക്കാം. അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ടൈം ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചേക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മാസ്ത്ര അല്ലെങ്കിൽ മനോഹർ പാണ്ഡെയുടെ ബുക്ക് എടുത്തിട്ട് തിയറി, ഈ ഹിസ്റ്ററിയുടെ പറ്റുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക. അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു പോകാം കേട്ടോ. പിന്നെ ഇംഗ്ലീഷിന് റീഡിംഗ് കോമ്പിനേഷന് ഇംഗ്ലീഷ് മാധ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, ഇംഗ്ലീഷ് മാധ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനലിലും നിങ്ങൾക്ക് റീഡിംഗ് കോമ്പിനേഷന് ഒരുപാട് സഹായമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ എന്തോ പെയ്ഡ് കോഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അത് വളരെ വലിയ പൈസയൊന്നുമില്ല. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊള്ളാമെങ്കിൽ അതും എടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു സ്ട്രാറ്റജിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ കൊണ്ടുപോകണം. ഇനി നമ്മുടെ കമ്പ്യൂട്ടർ എന്താണ്, അപ്പോൾ ഇപ്പം മെയിൻ സബ്ജക്റ്റുകൾ പറഞ്ഞു. ഇനി കമ്പ്യൂട്ടർ ക്വാളിഫയിങ് ആണ്. നിങ്ങൾക്ക് 20 മിനിറ്റിൽ ചെയ്യാനുള്ള 3 മാർക്ക് വെച്ച്, ജനറലിന് 18 to 27. 18 എന്ന് പറഞ്ഞാൽ നോർമൽ പോസ്റ്റുകൾക്ക്, ബാക്കി CPT ഒക്കെ വേണ്ടത് 27. നിങ്ങളൊരു 30 മാർക്ക് വിചാരിച്ചോ. ഇത് 10 ക്വസ്റ്റ്യൻ, 20-ൽ 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ശരിയാക്കണം. 20-ൽ 10 ക്വസ്റ്റ്യൻ ശരിയാക്കുന്ന വളരെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഒരുപാട് പേര് ഇത് ശരിയാക്കാതെ പുറത്താവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമുക്ക് അരിഹത്തിൻ്റെ ഒരു കമ്പ്യൂട്ടർ അവയർനെസ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത് എനിക്കൊന്ന് നെറ്റിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഹാർഡ് കോപ്പി മേടിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ പിനാക്കിളിൻ്റെ കമ്പ്യൂട്ടർ ഞാൻ മറ്റേ സ്ട്രാറ്റജി വീക്കിലും പറഞ്ഞാണ്, കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്ന ബുക്കുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് വാങ്ങുക. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് വാങ്ങി അതിൻ്റെ തിയറി പഠിക്കുക. ദിവസം ഒരു 20 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. തിയറി പഠിക്കുക. പ്രീവിയസ് വന്നിട്ടുള്ള കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. മതി, 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിലേക്ക് സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യാം. ഇത് വളരെ അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കരുത്. 20 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വലിയ ബാലികരമൊന്നുമില്ല. വായിച്ചാൽ മനസ്സിലാവുന്ന GK പോലെ തന്നെ ഉള്ളൂ. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. വേർഡിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്, അതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പിനാക്കിളിൻ്റെ ബുക്കിൽ എനിക്കൊന്നും എല്ലാം ഉണ്ടെന്ന്. പ്രീവിയസ് ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് വേണമെങ്കിൽ നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് തപ്പിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അയച്ചു തരാം. യെസ്, അപ്പോൾ ഈ കാര്യം ഇവിടെ പോളിറ്റിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, എല്ലാം പറഞ്ഞു. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു. SSC TCSൻ്റെ കമ്പ്യൂട്ടർ നോളജ് ആ ബുക്കുകൾ കിട്ടും. നിങ്ങൾ അത് മേടിച്ചൊന്ന് പ്രീവിയസ് ഇയർ നോക്കുക. അതേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. അത് കമ്പ്യൂട്ടറിന് വേണ്ടി വേറെ സെപ്പറേറ്റ് കോഴ്സ് എടുക്കാനൊന്നും വേണ്ട. ഒക്കെ ചെയ്യാവുന്ന ഒരു ഇപ്പം യൂട്യൂബിൽ ക്ലാസ് കാണുവാണെങ്കിലും ഹിന്ദി ചാനലിലൊക്കെ ക്ലാസ് കാണും. അതൊക്കെ ഒരു 4-5 മണിക്കൂർ തീർക്കാവുന്നേ ഉള്ളൂ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി ടൈപ്പിങ്ങിൻ്റെ കാര്യം, ടൈപ്പിംഗ് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം. ടൈപ്പിംഗ് ഞാൻ അന്നേ പറഞ്ഞതാണ്. ടൈപ്പിംഗ് നിങ്ങൾ ചെയ്യണം. ടൈപ്പിംഗ് എന്ത് ചെയ്യണം എന്നൊക്കെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞു. ടൈപ്പിംഗ് ഒരു സ്പീഡില്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ കൊടുക്കണം. 30 മിനിറ്റ് ഡെയിലി കൊടുക്കണം. ടൈപ്പിംഗ് കൊടുക്കാൻ സമയമായി. ടൈപ്പിങ്ങിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതിന് സോണി ടൈപ്പിംഗ് ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തവരാണെങ്കിൽ കഫേയിലൊക്കെ പോയി എന്ത് ചെയ്യാം, ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഏകദേശം അരമണിക്കൂർ ചെയ്താൽ മതി. പിന്നെ 10 ഫാസ്റ്റ് ഫിംഗേഴ്സ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടൈപ്പിംഗ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോൾ, ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്തു. അതൊരു ടൈപ്പിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നാളെയോ മറ്റന്നാളോ തന്നെ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ടൈപ്പ് ചെയ്യണം ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെ ടൈപ്പിംഗ് ഫാസ്റ്റായിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം, എങ്ങനെ കൈ വെക്കാം, അതൊക്കെ ഡൗട്ട് ചോദിച്ചാൽ
അതൊക്കെ എന്ത് ചെയ്യാം. പക്ഷേ ടൈപ്പിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്തായി പോകും, പേടിച്ചു പോകും. 30 to 20 മിനിറ്റ് 20 to 30 മിനിറ്റ് എനിക്ക് ടൈപ്പിങ്ങിന് കൊടുക്കാം. ഞാൻ അന്നേ പറഞ്ഞാണ് കുറച്ച് വെച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന്. ആ ഒരു സമയത്ത് നമുക്ക് ഇനിയും സെറ്റ് ആവാവുന്നേ ഉള്ളൂ. അത് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. പേടിക്കേണ്ട ഒരാവശ്യമില്ല. ടൈം മാനേജ്മെൻ്റ് ആണ്. ദിവസം നിങ്ങൾക്ക് 10 മണിക്കൂർ പഠിക്കാനുണ്ടെങ്കിൽ അത് ടൈം എന്ത് ചെയ്യണം, എഫക്റ്റീവായിട്ട് നിങ്ങൾ മാനേജ് ചെയ്യണം. 10 to 12 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ GK മാക്സിമം 2 മണിക്കൂർ മതി. പിന്നെ ബാക്കി ഒരു ടൈപ്പിംഗ് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കാൽക്കുലേഷൻ കൊടുക്കണം. പിന്നെ ഒരു ഫോമുലയൊക്കെ റിവൈസ് ചെയ്യണം. അതൊക്കെ വീക്കിലി ചെയ്താൽ മതി. മാത്സിന് നിങ്ങളുടെ അനുസരിച്ച് ഇംഗ്ലീഷിനും മാത്സിനും 3 മണിക്കൂർ കൊടുക്കാം. ഇതിൽ കൂടുതൽ കൊടുക്കാം. മിനിമം 3 വെച്ച് കൊടുക്കാം. റീസണിങ് കൊടുക്കാം 2 മണിക്കൂർ കൊടുക്കാം, അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊടുക്കാം. 6, 2, 8, 2, 10 ആയതേ ഉള്ളൂ. ഇത് 4 കൊടുക്കാം, 4 കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മിനിമം ഒരു 3 മണിക്കൂർ വെച്ച് മാത്സിന് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഈ ടൈം എത്ര മണിക്കൂർ പഠിക്കണം എന്ന് ചോദിക്കരുത്. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കാം. അപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ബാച്ച് എടുത്തിട്ട് കാര്യമില്ല. ബാച്ച് എടുത്ത് ക്ലാസ് കണ്ടിട്ട് കാര്യമില്ല. സ്വന്തമായിട്ട് ചെയ്തെങ്കിലേ കാര്യമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാനൊരു സ്ട്രാറ്റജി എന്ന രീതിയിൽ പറഞ്ഞതല്ല. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെ പറ്റി ഒരു അവബോധം തരാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നു, പിന്നെ ഒരു ടാർഗറ്റ്, എത്ര മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾ എന്ത് ചെയ്താൽ ചുമ്മാ ഈ 350 ഒക്കെ ടാർഗറ്റ് വെക്കേണ്ട ഒരു ആവശ്യമില്ല. 350 ഒക്കെ വെച്ചാൽ അൺനെസസറി ആയിട്ടുള്ള പ്രഷർ വരത്തേ ഉള്ളൂ. ഒരിക്കലും GK ഒക്കെ അത്രയും. അപ്പോൾ GK ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ മാർക്ക് ടാർഗറ്റ് ചെയ്ത് കൂടുതൽ സമയം വായിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. റോ സ്കോർ ഏകദേശം ഒരു 310, ലാസ്റ്റ് 310 വേക്കൻസി കൂടുതലാണ്. പക്ഷേ എക്സാമിനനുസരിച്ചിരിക്കും. നിങ്ങളൊരു 320 മാർക്ക് അല്ലെങ്കിൽ 315 to 320 മാർക്ക്, 320 എടുത്തോ. ഹയർ സൈഡിൽ 320, ലോവർ സൈഡിൽ 310. 310നും 320നും ഇടയ്ക്ക് മാർക്ക് വാങ്ങണം എന്നുള്ള രീതിയിൽ 320 മാർക്ക് നിങ്ങൾ എടുത്തോ. 320 പ്ലസ് ആണെങ്കിൽ ഓക്കെ ആണ്. ആ ഒരു ലെവലിൽ പഠിക്കുക. എക്സാം ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടും. എന്നാലും നോർമൽ ഒരു ലെവലിൽ 320 മാർക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. റോ സ്കോർ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. സെക്ഷൻ 1ൽ 150, മറ്റേതിലും അല്ലെങ്കിൽ 160, മറ്റേതിലും 160. ആ ഒരു രീതിയിൽ ഇത് ചെയ്യാൻ പഠിക്കും. 160 പ്ലസ് നമുക്ക് വാങ്ങാൻ പറ്റും മാത്സ് റീസണിങ്ങിൽ. ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചു. അതനുസരിച്ച് ഇവിടുന്നുള്ള മാർക്ക് എന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. ബിഗിനേഴ്സിൻ്റെ കാര്യം ആ ഒരു സ്ട്രാറ്റജി വീഡിയോ അതുപോലെ ചെയ്യും. ഇനി നിങ്ങൾ പറഞ്ഞ ആ ഒരു ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയെന്ന് നോക്കാം. ഡൗട്ടുകളുടെ ആൻസർ നമുക്കൊന്ന് നോക്കാം. കംപ്ലീറ്റ് സ്ട്രാറ്റജി വീഡിയോ. ഇതാണ് കംപ്ലീറ്റ് സ്ട്രാറ്റജി വീഡിയോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. പ്രാക്ടീസിനാണ് ഇമ്പോർട്ടൻസ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ് പറഞ്ഞു. ബാച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു. എക്സ്ട്രാ ടോപ്പിക്ക് പറഞ്ഞു. എക്സ്ട്രാ ടോപ്പിക്ക് മാത്സിൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഉണ്ട്, സ്റ്റാറ്റിസ് ഉണ്ട്. പിന്നെ കോർഡിനേറ്റ് ജോമെട്രി നമ്മളുടെ നോർമൽ സിലബസിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും വീഡിയോ എന്ത് ചെയ്യും, ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, കോർഡിനേറ്റ് ജോമെട്രി. അപ്പം ബാക്കി സബ്ജക്റ്റ് സെറ്റാക്കുക. ഈ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സും 2 ക്വസ്റ്റ്യൻ വെച്ച് 6 മാർക്ക് ക്വസ്റ്റിനെ വരത്തുള്ളൂ. 6 മാർക്ക് ക്വസ്റ്റ്യൻ വരും. പക്ഷേ 6 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ക്വസ്റ്റ്യൻ വരും. ആ 2 ക്വസ്റ്റ്യൻ ഉള്ളത് സെറ്റാക്കാനുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ബാക്കി എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പഠിച്ചോളൂ. യെസ്. അപ്പോൾ മെയിൻസ് ഫോക്കസ്ഡ് മാത്സ് ക്ലാസ് അത് ചെയ്യുന്നതായിരിക്കും. മെയിൻസിൻ്റെ കംപ്ലീറ്റ് എക്സാം പാറ്റേൺ, സ്കിൽ ടെസ്റ്റ് അതും പറഞ്ഞു. കംപ്ലീറ്റ് സ്ട്രാറ്റജി വേണം, സെക്ഷൻ 1 and 2 അത് പറഞ്ഞു. CG 2023 മാത്സിന് വേണ്ടി സ്റ്റഡി പ്ലാൻ ചെയ്യുമോ. ഓക്കെ, അത് ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞ ചാനൽ വീഡിയോയിൽ ചെയ്തതാണ്. ഇനി CG 2025 മാത്സ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ ആണെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ സ്ട്രാറ്റജി വീഡിയോ ഞാൻ ചെയ്യാറില്ല. ഓക്കെ, അത് ഓൾറെഡി അതിനകത്ത് ഞാൻ അത്ര ഡീപ്പായിട്ട് പറഞ്ഞതാണ്. അതിന് ചേഞ്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം 25 വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ വേഗം പഠിച്ചു തുടങ്ങിക്കോളാം. അത് കറക്റ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്താൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. മാത്സ് ആൻഡ് റീസണിങ് എക്സ്ട്രാ ടോപ്പിക് എങ്ങനെ കവർ ചെയ്യാം. അപ്പോൾ എങ്ങനെ കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, കോർഡിനേറ്റ് ജോമെട്രി ക്ലാസ് കണ്ട് പഠിച്ചേ പറ്റും. അത് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാം. പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള 22 to 24 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയാലും ആ ടൈപ്പ് നിങ്ങൾക്ക് വരും. റീസണിങ്ങിൻ്റെ എക്സ്ട്രാ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റീസണിങ് എല്ലാ ടോപ്പിക്കും ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് പ്രീവിയസ് ചെയ്തേ പറ്റും. റീസണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ബാച്ചായിട്ടും ചെയ്യാം. മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ കാണിച്ചു. അപ്പോൾ എത്ര ടൈമിൽ ഇപ്പോൾ തീർക്കണമെന്ന് പറഞ്ഞു. മാത്സ് റീസണിങ്ങിൻ്റെ 25 മിനിറ്റിൽ മാത്സ്, 25 മിനിറ്റിൽ റീസണിങ് തീർക്കാൻ നോക്കുക. ബാക്കി 10 മിനിറ്റിൽ റിവൈസ് ചെയ്യാൻ നോക്കുക. റിവിഷൻ ബാക്കി ഒന്നുകൂടെ ഒന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ വീഡിയോയിൽ 100 ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്താൽ അതൊക്കെ തന്നെ പറയാനുള്ളൂ. 25 മിനിറ്റിൽ അത് തീർക്കുക. ആദ്യത്തെ ആ സെക്ഷൻ. പിന്നെ മറ്റേ ഇംഗ്ലീഷിനും GK നിങ്ങൾക്ക് ടൈം ഒരു പ്രശ്നമാകത്തില്ല. ഇംഗ്ലീഷും GK ഒരു സെക്ഷനാണ്. ടൈം ഒരു പ്രശ്നമാകത്തില്ല. അറിയാവുന്ന എഴുതുന്നു, പോകുന്നു. ടൈം മാനേജ്മെൻറ്റിൻ്റെ വലിയ റോളില്ല. ആ ഇംഗ്ലീഷ് GK റീസണിങ്ങിലാണ്, മാത്സ് റീസണിങ്ങിലാണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ അത് ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോ കാണും. അപ്പോൾ അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ കാര്യം സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. കമ്പ്യൂട്ടർ അവയർനെസ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബുക്ക് പഠിക്കുക, ബുക്കിൻ്റെ ലിങ്ക് ഇടുക, പിന്നെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വന്നിട്ടുള്ള ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് മതി, ഒരുപാട് ഇത് ചെയ്യേണ്ട. ഫ്രീ ആയിട്ട് അരിഹന്തിൻ്റെ PDF ഒക്കെ അവൈലബിൾ ആണ്, അത് പഠിക്കാം. നിങ്ങൾ ആ ഒരു തിയറി ജസ്റ്റ് CGL വേണ്ടിയുള്ള അത്ര ഒരുപാട് അങ്ങ് തിയറി ഒന്നുമില്ല. നമ്മൾ BTechന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും പഠിക്കണം. പക്ഷെ വായിച്ച് എന്ത് ചെയ്യുക, ദിവസം ഒരു 20 മിനിറ്റ് വെച്ച് വായിക്കുക. പ്രോബബിലിറ്റി ചാർജസ് പഠിക്കാം, ടൈപ്പിംഗ് അങ്ങനെ സെറ്റ് ആക്കാം. ഓക്കെ, അതൊക്കെ പറഞ്ഞു. ഫുൾ മോക്സ് ഡെയിലി എടുക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ റോ സ്കോർ 160+ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ഡെയിലി എടുക്കാം. ബാക്കി പക്ഷേ മിക്സ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്സ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് എത്ര മോക്ക് വേണമെങ്കിലും എടുക്കാം, ഒരു പ്രശ്നമില്ല. സെക്ഷണൽ മോക്കുകൾ എടുക്കാം. ഫുൾ മോക്ക് ഡെയിലി എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 160+ ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ മോക്ക് നിങ്ങൾക്ക് ചെയ്യാം. മറ്റേത് ഫുൾ മോക്ക് ടൈം ഉണ്ടെങ്കിൽ, പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. ഈ ഒരു കട്ട് ഓഫിൻ്റെ അടുത്ത് നിൽക്കുന്നവരാണ്, 150, 140 ആ ഒരു റേഞ്ചൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഫുൾ മോക്ക് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങൾ സെറ്റാക്കുക. ലാസ്റ്റ് ഒരു 15 to 20 ഡേയ്സിൽ ഫുൾ മോക്ക് ഒരു 3 എണ്ണം വെച്ച് അല്ലെങ്കിൽ 2 എണ്ണം വെച്ചൊക്കെ ചെയ്യാം. 4 മണിക്കൂറല്ലേ, 2 എണ്ണം വെച്ചൊക്കെ ചെയ്യാം. അതാണ് എൻ്റെ സജഷനാണ്. ചുമ്മാ ഫുൾ മോക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബാക്കി ഈ പ്രാക്ടീസിന് സെറ്റാക്കുന്ന ക്വാളിറ്റി വരാൻ ടൈം എടുക്കും. ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് എന്താ മനസ്സിലായില്ല? ക്രിട്ടിക്കൽ റീസണിങ് ഞാൻ പറഞ്ഞു, എൻഡ് ഗെയിം SSC വളരെ നല്ല ചാനലാണ്. Tier 1 ഷിഫ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണോ, സ്റ്റിക്ക് ടു സെക്ഷണൽ മോക്സ് ഓഫ് Tier 2? അപ്പോൾ സെക്ഷണൽ മോക്ക് എന്തായാലും ചെയ്യണം. സെക്ഷണൽ മോക്ക് 2 എണ്ണം വെച്ച് ചെയ്യണം. Tier 1 ഷിഫ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, ഒരു വ്യത്യാസവും. നിങ്ങൾ എന്താ പറയുന്നത്, 25 മാർക്ക് മാത്സ് അവിടെ, ഇവിടെ 30 മാർക്ക് മാത്സ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് കുറച്ച് നല്ലത് കിട്ടും. ഇവിടെ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ രീതിയിൽ ആ മിക്സ്ഡ് ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യണം. Tier 1 സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്, ഒരു പ്രശ്നമില്ല. മോക്ക് എടുക്കുമ്പോൾ ഒരു സെക്ഷന് എത്ര ടൈം വെച്ച് കൊടുക്കണം ഞാൻ പറഞ്ഞു. മോക്ക് എടുക്കുമ്പോൾ മാത്സ് 25 മിനിറ്റ്, റീസണിങ് 25 മിനിറ്റ്, 10 മിനിറ്റ് നിങ്ങൾക്കൊന്ന് എളുപ്പമല്ലാത്ത ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് 2 റൗണ്ട് പോകുന്ന എല്ലാം ആ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 റൗണ്ട് പോയിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഒന്നുകൂടെ റിവിഷൻ വരാം. എത്ര മാർക്കിന് മുകളിലോട്ട് വേണം മോക്ക് സ്കോർ ടാർഗറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. 320 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് ചിലപ്പോൾ പാടുള്ള എക്സാം ആയിരിക്കും, പെർസെൻറ്റേജിലൂടെ നോക്കണം. ഏകദേശം ഒരു 95% എന്ന് പറയുന്നുണ്ട്, പെർസെൻറ്റേജ് അല്ല പെർസെൻറ്റേജിൽ. അത് നിങ്ങൾ അനാലിസിസ് വരുമ്പോൾ കാണാൻ പറ്റും. GK വീക്കാർക്ക് GK ടോപ്പിക്കിൽ ടാക്കിൾ ചെയ്യാനുള്ള ടിപ്സ്, അതാണ് ഏറ്റവും വലിയ ടിപ്പ്. GK എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല. കാര്യം പറഞ്ഞു, വീക്കായിട്ടുള്ളവർ ചെയ്യേണ്ട കാര്യവും പറഞ്ഞു, ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. GK വീക്കായിട്ടുള്ളവർ ആ ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ സ്ട്രോങ് ആയേനെ. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരായിരിക്കും ഇപ്പോഴും വീക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, വീക്കായിട്ടുള്ളവർ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സിൻ്റെ ഞാൻ പറഞ്ഞു, ഇൻ്റർലോഗസ് എന്ന് പറഞ്ഞ ചാനൽ, അതൊക്കെ ആ ഒരു വീഡിയോയിലുണ്ട്. റീസണിങ് ക്ലാസ് ചെയ്യാമോ, ടോപ്പിക് വൈസ് പാടായിരിക്കും. റീസണിങ്ങിൻ്റെ ടോപ്പിക് വൈസ് നല്ല പ്രയാസമായിരിക്കും, ടൈമില്ല. ഹാർഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ചെയ്യാം. റീസണിങ് പാടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇംഗ്ലീഷ് സമയമില്ലാത്തതുകൊണ്ടാണ്, ഇംഗ്ലീഷ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. CGL 2025 വേണ്ടി എന്ത് ചെയ്യും, 2025 അല്ലെങ്കിൽ SSC എക്സാം 2025 വേണ്ടി ഞാൻ CGLൻ്റെ ക്ലാസ് ഫൗണ്ടേഷൻ ബേസിക് തൊട്ട് തുടങ്ങും. ഒരിക്കലും അല്ലാതെ ക്ലാസ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈ CGL 2025 വേണ്ടി ക്ലാസ് ചെയ്യും, മെയിൻസിന് വേണ്ടി ഇംഗ്ലീഷ് ചെയ്യത്തില്ല, ഈ ചാനൽ ചെയ്യത്തില്ല. ഈ ചാനൽ ചെയ്യാൻ ഒരു നിർവാഹമില്ല, ടൈമില്ല, ഒരിക്കലും ടൈമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ പറഞ്ഞ സ്ട്രാറ്റജി അതുപോലെ ഫോളോ ചെയ്യുക. ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങളത് വായിച്ച് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. CGL SSC അടുത്ത വർഷത്തേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നു. ഇനി മെയിൻ പ്രിപ്പറേഷൻ്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി വീഡിയോസ് അത് പറഞ്ഞു. മെയിൻസിൻ്റെ എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് പറഞ്ഞു, അത് വലിയൊരു വീഡിയോ ഇടാം. മാത്സിൻ്റെ റീസണിങ്ങിന് സ്പീഡ് കിട്ടാൻ എന്ത് ചെയ്യണം, സ്പീഡ് കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം മുതലേ ഞാൻ പറയുന്നതാണ്. സ്പീഡാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, എൻ്റെ ക്ലാസ്സുകളെല്ലാം സ്പീഡിനെ എങ്ങനെ ഇമ്പോർട്ടൻറ്റ്, ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്പീഡിലല്ലാതെ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഏറ്റവും സ്പീഡിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു. ക്ലാസ്സിൽ ചാനലിലെ വീഡിയോസ് കാണുക, മാത്സിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾക്ക് തന്നെ വന്നോളൂ, എങ്ങനെ സ്പീഡ് ആവണമെന്ന്. റീസണിങ്ങും ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീസണിങ്ങിൻ്റെ സ്പീഡിലും മാത്സിൻ്റെ സ്പീഡിലും കേട്ടോ. അതിന് സെക്ഷണൽ മോക്കുകളൊക്കെ ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജി വീഡിയോ കണ്ടാൽ മതി, അതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ് കണ്ടാൽ മതി, മാത്സിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾക്ക് തന്നെ വന്നോളൂ. പക്ഷെ അത് ഫോളോ ചെയ്യാനുള്ള ആ ഒരു ടൈം 2.5 മാസം കൊണ്ട് നിങ്ങൾ എത്രത്തോളം അത് എന്താകുന്നു, നിങ്ങളുടെ സ്വന്തം മെതഡാക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. അടുത്ത മാത്സ് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ്, അത് നമ്മുടെ ചാനലാണ്. ഹിന്ദി ചാനലുണ്ട് നിങ്ങൾക്ക് മാത്സ് മെയിൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല, കാര്യം അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ അർജുന ബാച്ച് എടുക്കുക, നിങ്ങളുടെ CGL ക്രാഷ് കോഴ്സ് എടുക്കുക. CGL ക്രാഷ് കോഴ്സ് അതിൽ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അർജുന ബാച്ച് നമ്മുടെ വരുന്ന ഒലീവ് ബോർഡ് ലൈവ് അത് ഇനിയും ചെയ്യും. ഇതിനകത്ത് മെയിൻസിൻ്റെ ബാച്ചും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ദിശ അക്കാഡമിയിലെ ദിശ അക്കാഡമി ചാനലിലെ CGL 2023 പ്ലേലിസ്റ്റ്, CGL 2024 പ്ലേലിസ്റ്റ്, അതിലേക്ക് മാത്സിൻ്റെ ക്ലാസ് കാണാം. അതൊക്കെ എന്താണ് CGL മെയിൻസ് ലെവൽ, മെയിൻസിൻ്റെ ക്ലാസ്സുകളുണ്ട്.
അതൊക്കെ കാണാം. നമ്മുടെ മലയാളത്തിൽ എത്ര ക്വാളിറ്റി ഉള്ള ചാനലുണ്ട്, എത്ര ക്വാളിറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം. അത് നമ്മുടെ ഈ ചാനലിലെ ക്ലാസ്സുകളും അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് എനിക്ക് കറക്റ്റായിട്ടൊരു ഉത്തരവില്ല. നമ്മളുടെ ചാനലാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഈ ചാനൽ ഞാൻ കൊണ്ടുപോകുന്നത് തന്നെ. അങ്ങനെയുള്ള ചാനൽ ഇല്ലാത്തതുകൊണ്ടാണ്. കമ്പ്യൂട്ടർ വളരെ വീക്കാണ്, എങ്ങനെ പഠിച്ചാലാണ് കട്ട് ഓഫ് ക്ലിയർ ആവും. അപ്പോൾ അത് അങ്ങനെ വായിച്ച് എങ്കിലും പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. ടൈപ്പ് ആൻഡ് ടെസ്റ്റ് വേണമെങ്കിൽ കമ്പ്യൂട്ടറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. വളരെ പ്രശ്നമാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വേണമെങ്കിൽ സീരീസ് ആയിട്ട് തന്നെ തുടങ്ങാം. ആ ഒരു കുറച്ച് സമയമാവട്ടെ. ടൈപ്പ് ആൻഡ് ടെസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അതെന്തായാലും ചെയ്യാം കേട്ടോ. വീഡിയോ എന്തായാലും ചെയ്യാം. മെയിൻസിൽ എത്ര സ്കോറാണ്, സേഫ് സ്കോറായി ഞാൻ പറഞ്ഞു 320 ടാർഗറ്റ് ചെയ്യാം കേട്ടോ. എക്സാമ്പിൾ പോകണമെങ്കിൽ അത് കൂടും. പ്ലീസ് ടു ടയർ 2 ഫോക്കസ്ഡ് ബാച്ച് മാത്സിന് വേണ്ടി ചെയ്യാം കേട്ടോ. പ്രിലിംസിൽ ഇല്ലാത്ത എക്സ്ട്രാ ടോപ്പിക്ക് ഏതാണ് മാത്സിൽ ഉള്ളത്? പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അതുകൊണ്ട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒന്നുമില്ല. പ്രോബബിലിറ്റി ഉള്ളൂ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒന്നുമില്ല കേട്ടോ. ഇതില്ല, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇല്ല. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളത്. 3-6 മാർക്കിന്. പിന്നെ GK സെറ്റാക്കേണ്ട കാര്യം പറഞ്ഞു. സ്ട്രാറ്റജിയിൽ പറഞ്ഞ പോലെ പുണ്ടിസ് ഗ്രൂപ്പിൽ PDF വരുന്നില്ല. പണ്ട് വന്നിട്ടുള്ള GKയുടെ PDF എടുത്ത് വായിച്ചാൽ മതി. ഹിസ്റ്ററിയും ജോഗ്രഫി ഒന്നും മാറാൻ പോകുന്നില്ല, ക്വാളിറ്റി ഒന്നും മാറാൻ പോകുന്നില്ല. അവരുടെ GK വീഡിയോ ഷെഡ്യൂൾ ഫോളോ ചെയ്യേണ്ട, ചുമ്മാ സമയം വേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ നിങ്ങൾക്ക് GK കൊടുക്കാവുള്ളൂ മാക്സിമം. അതായത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ബുക്ക് വായിക്കണം, സ്ട്രാറ്റജിക്ക് പഠിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാനൊന്നും സമയമില്ല. നോട്ട് എടുത്ത് റിവൈസ് ചെയ്യണം, തിയറി ബുക്ക് വായിക്കണം, മറ്റേ ലൂസൻറ്റിൻ്റെ നിങ്ങൾക്ക് ആ ടേബിൾ വേണമെങ്കിൽ അത് വായിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വീഡിയോ കണ്ടുപിടിച്ചാൽ അവിടെ സമയം പോത്തേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സിൻ്റെ മാത്രം ആ ഒരു ഇന്ത്യലോകസ് ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് കാണാം. കറണ്ട് അഫയേഴ്സ് ഇപ്പോഴേ എല്ലാം കയറി പഠിക്കേണ്ട, കുറച്ച് പഠിക്കാൻ പറ്റുമ്പോൾ ചെയ്യാം. ടൈപ്പിങ്ങിൻ്റെ കാര്യം, ഇത് മൊത്തം ടൈപ്പിൻ്റെ കാര്യം, ടൈപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്യാം. എക്സാമിനേഷന് ടെക്സ്റ്റ് ബുക്ക് ഇതെൻ്റെ കാര്യം, എൻ്റെ അടുത്ത് ചോദിച്ചാണ്. പ്രീവിയസ് സെക്ഷൻ ഫുൾ അറ്റൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെക്ഷൻസ് ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ട്രാറ്റജി വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും. ഇടയ്ക്ക് റെയിൽവേയുടെ ഒരു എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ടെക്സ്റ്റ് ബുക്ക് കിടന്ന എല്ലാ ക്വസ്റ്റിനും ഞാൻ ചെയ്തിട്ടുണ്ട്, ഫുൾ ക്വസ്റ്റിനും. അങ്ങനെ എനിക്ക് ആ റെയിൽവേയിൽ 19ാം റാങ്ക് കിട്ടി, ഓൾ ഇന്ത്യ. അതൊക്കെ ആ ഒരു ആ സമയത്ത് ചെയ്യുമായിരുന്നു, നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു. GK റീസണിങ്, ഇംഗ്ലീഷ്, മാത്സ് എല്ലാം ചെയ്യുമായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് 75 ഡേ ചലഞ്ച് ആയിരുന്നു. ഞാൻ ഉള്ള സമയത്ത് അതില്ലായിരുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് ആണ്, നല്ല ക്വസ്റ്റ്യൻസ്. അത് വേണമെങ്കിൽ ചെയ്യാം, അത് ചെയ്യാം. മിക്സഡ് ആയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നു അത്രയും നല്ലതാണ്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ച്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് Tier 1. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് RB ചാനലിൽ പറയുന്നുണ്ട്. അതിന് അത്രയും ഡേറ്റ വേണം. ഒരിക്കലും ആരടുത്തും കയറി ചോദിച്ചു കളയരുത്. 135 എന്ന് പറയും, 140 എന്ന് പറയും. ഒന്നുമില്ല. നിങ്ങളുടെ ഷിഫ്റ്റ് ഹാർഡസ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ 120 മാർക്ക് മേടിച്ചു, ചിലപ്പം അത് കൂടി. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാൽ കയറാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 130 റഫായിട്ട് പറയാം. അത് 130 ആവും, 125 ആവും, 140 ആവും. അതൊന്നുമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ മെയിൻസിന് വേണ്ടി പഠിച്ചോളാം. മെയിൻസും പ്രിലിംസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 130 ആവും, 125 ആവും. ഒരിക്കലും ഇതിൻ്റെ പുറകെ പോകരുത് കേട്ടോ. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് എന്തോ ഒരു വിഷമം വരും. അപ്പോൾ കുഴപ്പമില്ല. പറയാനുള്ളത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു. ഇത് സ്ട്രാറ്റജിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏകദേശം 1 മണിക്കൂർ 1:30 ഓക്കെ, നമ്മൾ അവസാനത്തിലോട്ട് വന്നു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഒരു ലെങ്തി വീഡിയോ ആണ്, ഇത്രയും നേരം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ്. CGL മെയിൻസ് അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി അത്രത്തോളം ആഗ്രഹിക്കുന്നവരാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാം എന്നുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് വ്യൂസിന് വേണ്ടി ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്തില്ല. ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ കമൻ്റായിട്ട് പറയുന്നത് കൊണ്ട് മാത്രമാണ്, നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറേ കാര്യങ്ങൾ സ്ട്രാറ്റജിയിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും ഇതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്യാൻ നോക്കുക. മാക്സിമം പ്രാക്ടീസാണ് പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരുപാട് വ്യൂസും കാര്യങ്ങളും എല്ലാം കുറവാണ്, ഒരുപാട് പേരും എനിക്ക് തോന്നുന്നില്ല, ഫേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ചാനലിനെ പറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ CGLൻ്റെ പ്രിലിംസ് ഇപ്പോൾ എക്സാം കഴിഞ്ഞായിക്കോട്ടെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, അത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയാം. കമൻ്റായിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല, എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനും ബാക്കിയുള്ളവർ ജസ്റ്റ് അറിഞ്ഞു വരാനും വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഗുണമാവുന്നെന്ന് തോന്നുമ്പോൾ, നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് നമ്മുടെ ചാനലുകൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് ഒന്ന് കമൻ്റായിട്ട് പറയുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എൻ്റെ ഒരു 4-5 മണിക്കൂറത്തെ വർക്കായിരുന്നു അത്. എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു.
എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം, ബാക്കി ക്ലാസ്സിലൊക്കെ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.